എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മൂന്നാമത്തെ ഉപാസന പദ്ധതിയുടെ പ്രാരംഭം എന്ന നിലയിൽ ചണ്ഡികയെ അറിയാം, അതായത് ദേവി മഹാത്മ്യത്തിലേക്കുള്ള ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ ഒരു യാത്രയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഓം മാതർമേ മധുകൈഡഭഗ്നി महिषप्राणापहारोऽध्यमे हेला निर्मितधूम्रलोचनवते हे चण्डमुण्डार्धिनी निशेषीकृतरक्तबीजतनुजे नित्ये निशुम्बापहे शुम्भध्वंसिनी संहराशु दुरितं दुर्गे नमस्ते अम्बिके. ഓം നമഃ ചണ്ഡികായേ. എന്തായാലും ദേവി മഹാത്മ്യം ഒരുപാട് കാലങ്ങളായി മാനവരാശിക്ക് വലിയൊരു ഗുണങ്ങൾ പ്രദാനം ചെയ്തതും ആ മാനവരാശിയുടെ പുരോഗതിക്ക് അമൂല്യമായ സംഭാവനകളും പ്രദാനം ചെയ്ത ഒരു അമൂല്യമായ ശക്തമായ ഗ്രന്ഥമാണ്. മനുഷ്യർ കഥകൾ ഇഷ്ടപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് കഥ പറയാൻ അറിയാമെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പ്രേക്ഷകരുണ്ടാവും. നമ്മൾ എപ്പോഴും നമ്മെ ചുറ്റിപ്പറ്റിയും നമ്മോടൊപ്പവും നമ്മിലുള്ള കഥകളുമായി ജീവിച്ചവരാണ്. പ്രാകൃത മനുഷ്യർ അവർ താമസിച്ചിരുന്ന ഗുഹകളിൽ ചിത്രങ്ങളിലൂടെ ആയിരുന്നു കഥ പറഞ്ഞതെങ്കിൽ നമ്മുടെ പൂർവികരായ ഗോത്ര മനുഷ്യർ അവരുടെ ഒരു നല്ല നായാട്ടിൻ്റെയോ ഒരു വേട്ടയാടലിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹസികതയുടെയോ സംഭവങ്ങൾക്ക് ശേഷം ആ സംഭവ സ്ഥലത്ത് ഇല്ലാതിരുന്ന അവരുടെ മറ്റ് ബന്ധുക്കളോട് അല്ലെങ്കിൽ അവരുടെ ആരാധകരോട് അല്ലെങ്കിൽ മറ്റ് ഗോത്രങ്ങളോട് ആ കഥകൾ പലതും സത്യമായോ വ്യാജമായോ പറഞ്ഞു കൊടുത്തിരുന്നു. മാനവരാശിയുടെ പരിണാമത്തില് യഥാർത്ഥത്തില് മാനവരാശിയുടെ പരിണാമം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വന്നു ചേർന്ന വലിയ വലിയ യുദ്ധങ്ങൾക്ക് ശേഷം ധീരതയെ പറ്റിയും ഭീരുത്വം, അതുപോലെ വഞ്ചന, ത്യാഗം, തന്ത്രങ്ങൾ എന്നിവയുടെ കഥകൾ പറയാൻ ധാരാളം കഥാകാരന്മാരെത്തിയിരുന്നു. പുരാതന കാലം മുതൽ നമ്മൾ കഥകൾ പറഞ്ഞും കഥകൾ കേട്ടും ജനിച്ചു ജീവിച്ചു വളർന്നവരാണ്. ഇപ്പോഴും നമ്മൾ കഥകൾ പറയുന്നുണ്ട്, ഭാവിയിലും നമ്മൾ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. സമകാലികമായ ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ തന്നെ സമകാലികമായി നമ്മൾ നോക്കിയാൽ സോഷ്യൽ മീഡിയയും കഥകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രതലമാണെന്ന് നമ്മൾക്കറിയാം. പലതും വ്യാജവും ചിലത് സത്യവുമാണ്. സമകാലികമായ സാഹിത്യ ലോകത്ത് നമ്മൾ എത്തി നോക്കുമ്പോൾ അവിടെ ഒരു നൈജീരിയൻ എഴുത്തുകാരനായ ബെൻ ഒക്രി പറയുന്നത്, സമുദ്രത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് സമുദ്രം എങ്ങനെയാണോ അതുപോലെയാണ് മാനവരാശിക്ക് കഥകൾ എന്നാണ്. കഥകളാണ് യഥാർത്ഥത്തിൽ നമ്മെ മനുഷ്യരാക്കി മാറ്റുന്നത്. നമ്മൾ തന്നെ കഥയാണ്. ഭൂമിയിൽ ഉടലെടുത്ത മതങ്ങളുടെ എല്ലാ സ്ഥാപക നേതാക്കളും നമ്മളോട് ആ മതതത്വങ്ങൾ കഥകളായിട്ടാണ് പറഞ്ഞിരുന്നത്. പ്രാചീനമായ സനാതന സംസ്കാരം, ബുദ്ധമതം, അതുപോലെ ജൈന ഗ്രന്ഥങ്ങൾ, ഇവയൊക്കെ കഥകളാൽ നിറഞ്ഞതാണ്. സാക്ഷാൽ യേശുക്രിസ്തു ഉപമകളിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നതെങ്കിൽ പ്രവാചകനെ പ്രധാന ദൂതൻ സന്ദർശിക്കുന്നതും അദ്ദേഹത്തിന് ജ്ഞാനം നൽകുന്നതും ചെയ്യുന്ന ആകർഷകമായ കഥയോടെയാണ് ഇസ്ലാം ഗ്രന്ഥങ്ങളെല്ലാം ആരംഭിക്കുന്നത് പോലും. സിഖുകാർ രക്തസാക്ഷിത്വങ്ങളുടെയും അവരുടെ ഗുരുക്കന്മാരുടെ വീരത്വത്തിൻ്റെയും കഥകൾ പറയുമ്പോൾ, അങ്ങനെ മാനവരാശി എടുത്തു നോക്കുന്ന സമയത്ത് ഇങ്ങ് അടുത്തായി നാദയോഗ അല്ലെങ്കിൽ നാദസന്യാസികൾ, നാദപരമ്പരയിലെ യോഗികൾ, അവരുടെ അത്ഭുത കഥകൾ അല്ലേ, അവിടെയുള്ള ആചാരങ്ങൾ, അതുപോലെ തന്നെ സാക്ഷാൽ നമ്മൾക്ക് അറിയുന്ന കബീർ വിഗ്രഹവഞ്ചകനായിരുന്നു, ആചാരങ്ങൾ പാലിക്കാത്ത കബീർ. അങ്ങനെ ലക്ഷക്കണക്കിന് ആദരണീയരായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സന്യാസി വര്യന്മാരുടെയും അതുപോലെ വെറുക്കപ്പെട്ട ഹീനജനങ്ങളുടെയും ദേവന്മാരുടെയും അസുരന്മാരുടെയും ഒക്കെ
സ്നേഹം, വെറുപ്പ്, അസൂയ, അഭിലാഷം, വിജയം, പരാജയം എന്നിവയുടെ കഥകൾ അങ്ങനെ അനന്തമാണ് ഈ ലോകത്ത്. ചില ചില കഥകൾ അക്ഷരാർത്ഥത്തില് സംഭവ കഥകളായിരിക്കും. അവ യഥാർത്ഥത്തിൽ സംഭവിച്ച എന്തെങ്കിലും സംഭവങ്ങളോ എന്താ പറയാ വിശേഷങ്ങളോ വിവരിക്കുന്ന സമയത്ത് അവ സത്യത്തിന്റെ പരിശോധനയ്ക്ക് വിധേയമാകും. കാരണം അവര് സംഭവ കഥകളാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ചില കഥകള് ഉപമകളായോ ദൃഷ്ടാന്തപരമായ രൂപകങ്ങളായിട്ടോ ആണ് സാധാരണ പറയാറുള്ളത്. ഈ കഥകൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഗ്രഹിക്കാൻ പോയാൽ സത്യത്തിന്റെ തലം വെച്ച് അതിനെ നിർവചിക്കാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇങ്ങനെയുള്ള കഥകൾ സാധാരണയായി മഹാന്മാരായ പ്രസംഗകർ, അധ്യാപകർ, വിശുദ്ധന്മാര്, അതുപോലെ ഋഷീശ്വരന്മാര്, അതുപോലെ നിഗൂഢമായ എഴുത്തുകാർ ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ശീലം അല്ലെങ്കിൽ ഒരു ആഖ്യാന രീതി ഈ രൂപകമായ അല്ലെങ്കിൽ ആലങ്കാരികമായി കഥകൾ പറയുക എന്നുള്ളതാണ്. അവയിൽ നിന്ന് പക്ഷെ ഈ പറയുന്ന ആലങ്കാരികമായ കഥകൾ യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തമോ അല്ലെങ്കിൽ എന്തെങ്കിലും മതപരമായ കാര്യങ്ങളോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല ഭൂരിഭാഗം. ചിലത് പലപ്പോഴും സാധുത പോലും ഉള്ളതായിരിക്കാൻ വഴിയില്ല. അവ മികച്ച പാഠങ്ങൾ, ചില രൂപകങ്ങൾ നമ്മൾക്ക് അതിലേക്കുള്ള സത്യത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം അല്ലെ, ചില സത്യങ്ങളിലേക്ക് ആംഗ്യം കാണിക്കാൻ കഴിയും. അവയിൽ മനുഷ്യരാശിക്ക് ചിലതിൽ മികച്ച പാഠങ്ങൾ അടങ്ങിയിട്ടുണ്ടാവാം. പക്ഷെ കഥയെ ഈ പറയുന്ന യഥാർത്ഥ സംഭവങ്ങളുടെ പുരാണ കഥകളൊക്കെ നമ്മൾ യഥാർത്ഥമാണ് എന്ന് വിചാരിച്ച് അതിൻ്റെ തത്വാർത്ഥം മനസ്സിലാക്കാതെ വാച്യാർത്ഥത്തിൽ പോയാൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അത്തരം കഥകളിൽ പഠിപ്പിക്കാനായിട്ടോ നമ്മൾക്ക് പഠിക്കാനായിട്ടോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ രണ്ടാമതായിരിക്കും, അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. അവയിൽ ചിലപ്പോൾ വിനോദമോ തമാശ കഥകളോ ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ നമുക്കറിയാം അല്ലേ, തമാശ കഥകൾ പോലും മനുഷ്യർക്ക് വളരെ ശക്തമായ ഒരു പാഠമോ ഒരു മാനവരാശിക്ക് ഒരു ചോദ്യം ചെയ്യലോ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രകോപനമോ ആയ തന്തുക്കൾ ആ കഥകളിൽ ഉണ്ടാവാം. കഥകൾ പലതരത്തിലാകാം. അത്തരത്തിലുള്ള ഒരു വിശിഷ്ടമായ കഥയാണ് യഥാർത്ഥത്തില് മാർക്കണ്ഡേയ പുരാണത്തിലെ 700 ശ്ലോകങ്ങളുള്ള ദുർഗാ സപ്തശതി, അല്ലെങ്കിൽ നമ്മളെല്ലാം അറിയുന്ന ദേവി മഹാത്മ്യം, അല്ലെങ്കിൽ സാക്ഷാൽ ചണ്ഡികാദേവിയുടെ കഥ. ഇതൊരു കഥ മാത്രമല്ല, ഒരു കഥയ്ക്കുള്ളിൽ കഥ എന്ന ഘടനയിൽ നെയ്തെടുത്ത നിരവധി കഥകളാണ്. പ്രപഞ്ചത്തിന്റെ ആദിമ ശക്തിയായി, ദിവ്യമാതാവായി ശാക്ത സമ്പ്രദായക്കാർ കരുതുന്ന പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക രൂപത്തിൽ രൂപകൽപ്പന ചെയ്ത് കഥകൾ ക്രമീകരിച്ച ഒരു ദിവ്യമായ ഗ്രന്ഥം. ദിവ്യമാതാവായ ആദിപരാശക്തിയുടെ പേരുകളിൽ നമുക്കറിയാം, ഒന്ന് ചണ്ഡി എന്നാണ്. അതുകൊണ്ട് തന്നെ ഏകത്വത്തെ ഊന്നി പറയുന്ന ഈ ഗ്രന്ഥത്തെ ചണ്ഡി പാഠം എന്ന് ഉത്തരേന്ത്യയിലും നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലും ഈ ഗ്രന്ഥത്തെ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. നിങ്ങളുടെ വീട്ടില് ദുർഗാ സപ്തശതി അല്ലെങ്കിൽ ചണ്ഡി പാഠം ഉണ്ടെങ്കിൽ അത് ഭക്തിയോടെ ചൊല്ലുകയാണെങ്കിൽ എവിടെയും എപ്പോഴും നിങ്ങളെ ദേവി വന്നുകൊണ്ട് സംരക്ഷിക്കും, നിങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും മോചിപ്പിക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇത് ശാക്ത സിദ്ധാന്തം ഉള്ള ആളുകൾ അങ്ങനെയാണ് പറയുക, അല്ലെങ്കിൽ ശാക്തർ ഇങ്ങനെ പറയുമ്പോൾ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി വൈഷ്ണവര് പറയാ, നിങ്ങളുടെ വീട്ടിൽ ശ്രീമദ് ഭാഗവതം ഉണ്ടെങ്കിൽ അത് ഭക്തിയോടെ വായിച്ചാൽ എവിടെയും എപ്പോഴും കൃഷ്ണൻ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ഇതിൽ നിന്ന് വീണ്ടും വ്യത്യസ്തമായി അദ്വൈത വേദാന്തത്തിന്റെ അനുയായികൾ പറയുക, നിധിധ്യാസനത്തിലൂടെ, ആഴത്തിലുള്ള ധ്യാനത്തിലൂടെയോ നിങ്ങളുടെ ഉള്ളിലെ സത്തയെക്കുറിച്ച് ശുദ്ധമായ ബോധത്തെക്കുറിച്ചോ ഉള്ള ധ്യാനത്തിലൂടെ നിങ്ങൾ എവിടെയും എപ്പോഴും ആത്മാവിനെയോ പരമാത്മാവിനെയോ സാക്ഷാത്കരിക്കുമെന്നും എന്നേ. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ വ്യത്യസ്ത ആശയക്കാർ വ്യത്യസ്ത ഗ്രന്ഥവും വ്യത്യസ്ത രീതികളും നമ്മളെ പരിചയപ്പെടുത്തും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വൈഷ്ണവ ഭക്തരും അദ്വൈതികളും ശാക്തരും എപ്പോഴെങ്കിലും കലഹിക്കുന്നത് നിർത്തുന്നുണ്ടോ? പരസ്പരം അവരുടെ ദർശനമാണ് ശരി എന്ന് പറഞ്ഞ് ഇന്നും പോരടിച്ചു കൊണ്ടിരിക്കുന്നു. കഥകൾ നമ്മൾ കൺചിമ്മി അല്ലെങ്കിൽ കൺചിമ്മാതെ വായിച്ച് അവയിൽ ഇടുങ്ങി കാണുന്ന സിദ്ധാന്തപരമായ സത്യങ്ങൾ മാത്രം കാണുന്നതിന് പകരം
കഥകളുടെ രൂപകങ്ങളാണ് നമ്മൾ പര്യവേക്ഷണം ചെയ്യേണ്ടത്. ആഴത്തിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടത് അതിൻ്റെ അകത്തുള്ള രൂപകങ്ങളിലാണ്, മെറ്റഫോർസിലാണ്. കലഹങ്ങൾ അവസാനിപ്പിക്കുവാനും മതത്തിൻ്റെ സത്ത അംഗീകരിക്കുവാനും മനസ്സിലെ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള ഏറ്റവും ഫലവത്തായ ഒരു മാർഗമാണ്. ശാക്ത പാരമ്പര്യത്തിലുള്ള ദുർഗാ സപ്തശതി ആത്യന്തിക യാഥാർത്ഥ്യത്തെ, പരമമായ സത്യത്തെ അല്ലെങ്കിൽ ഈശ്വരീയത്തെ ഒരു സ്ത്രീയായി, ഒരു അമ്മയായി അവതരിപ്പിക്കുന്നു. ദിവ്യമാതാവിൻ്റെ അല്ലെങ്കിൽ ആ പരാശക്തിയെ ആരാധിക്കുന്ന ഒരു ഭക്തന് പ്രപഞ്ചത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സൃഷ്ടിയുടെയും നിലനിൽപ്പിൻ്റെയും ലയനത്തിൻ്റെയും അല്ലെങ്കിൽ സംഹാരത്തിൻ്റെയും കാരണമായ ആ ആദിശക്തി തൻ്റെ അമ്മയാണെന്നും എല്ലാത്തിനെയും അമ്മയാണ് അല്ലെങ്കിൽ എല്ലാത്തിലും അമ്മയാണ് ഉള്ള എന്ന വസ്തുതയിൽ വലിയൊരു ദൃഢത അയാളിൽ അനുഭവപ്പെടുന്നു. നമ്മുടെ വികാരങ്ങളുടെ ശക്തിയെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെയൊക്കെ ഉള്ളിൽ, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ക്രിയേറ്റീവായ പവർ ഉണ്ട്. ആരും മണ്ടനായി ജനിക്കുന്നില്ല, ആരും വിഡ്ഢിയായി ജനിക്കുന്നില്ല. കാരണം എല്ലാവരിലും, ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ജന്മമെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങളെ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അറിവും ജ്ഞാനവും വിജ്ഞാനവും ഒക്കെ സാമർത്ഥ്യവും ഒക്കെ നിങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രിയാത്മകമായ ചൈതന്യം, ഭഗവാൻ നമ്മൾക്ക് തന്ന ആ ക്രിയാത്മകമായ ചൈതന്യം, നമ്മളുടെ ആ ഇമോഷണൽ ശക്തി അല്ലെ, വികാരങ്ങളുടെ ശക്തി, അവയൊക്കെ ഉപയോഗിക്കുന്നതിനെ, ഫലവത്തായി ഉപയോഗിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയാം. ഭക്തി ഒരിക്കലും ലോകത്ത് നിന്ന് ഒളിച്ചോടുന്നതല്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നടന്ന് ഏതെങ്കിലും കല്ലിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് യാചിക്കുന്നതല്ല ഭക്തി. ഒരു കുട്ടി തൻ്റെ അമ്മയോട് തോന്നുന്ന സ്നേഹം അല്ലെങ്കിൽ സ്നേഹബന്ധം, അതാണ് യഥാർത്ഥത്തില് പരമേശ്വരിയെ ആരാധിക്കാൻ ഇവിടെ ഉപയോഗിക്കുന്ന വികാരം. ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ പ്രപഞ്ചം ഒരു സ്ത്രീയിൽ നിന്നാണ് ജനിച്ചത് എന്ന് കരുതുന്ന ഒരേ ഒരു നാഗരികതയെ ഉണ്ടാവുകയുള്ളൂ. അത് സനാതനമായ ഭാരതീയ നാഗരികതയാണ്. ഈ ധർമ്മത്തില് കുറച്ചാളുകൾ നരനിൽ നിന്ന് നാരായണനിൽ വരെ പരബ്രഹ്മസ്വരൂപിയായ ഈശ്വരനെ ദർശിക്കുമ്പോൾ, ഇതേ ധർമ്മത്തിൽ കുറച്ച് ആളുകൾക്ക് പരബ്രഹ്മ ചൈതന്യം സ്ത്രൈണരൂപ ശക്തിയായ ആദിപരാശക്തിയാണ്. ഈ ധർമ്മത്തിൽ ഈശ്വരീകതയുടെ അല്ലെങ്കിൽ ദൈവീകതയുടെ എല്ലാ സാധ്യതകളെ കുറിച്ചും വിപുലമായ ഗവേഷണം നടത്തിയ ഒരേ ഒരു സംസ്കാരമാണ് സനാതന സംസ്കാരം. ദുർഗാസപ്തശതി എന്ന് പറയുന്ന ദേവി മഹാത്മ്യം അത്തരം ഒരു ഗവേഷണത്തിന്റെ ഫലമായി മാനവരാശിക്ക് ലഭിച്ചതാണ്. ദേവി മഹാത്മ്യം വായിക്കുന്ന ഒരു സാധാരണ ഭക്തൻ ധർമ്മ സംസ്ഥാപനാർത്ഥം ദുർഗാദേവി നിരവധി ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നത് കഥകളിലൂടെ ദൃശ്യവൽക്കരിക്കുമ്പോൾ, ഉയർന്ന തലത്തിൽ വിരാജിക്കുന്ന ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തെക്കുറിച്ച് ഉത്തരം ലഭിക്കാത്ത നിരവധി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നൽകുന്നതും, അതുപോലെ തന്നെ ഉയർന്ന ആത്മീയ ആചാരങ്ങൾക്കുള്ളതുമായ ഒരു ആത്മീയ ഭണ്ഡാരമായി അല്ലെങ്കിൽ ഒരു ആത്മീയ നിധിയായിട്ടാണ് യഥാർത്ഥത്തില് ദേവി മഹാത്മ്യത്തെ ആ ഉപാസകൻ തിരിച്ചറിയുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് ആർഷഭാരതീയ പാരമ്പര്യമാണ്. ഒരിക്കലും നമ്മൾ മെക്കോളയുടെ പാരമ്പര്യമല്ല. ചോദ്യം ചോദിക്കാതെ അധ്യാപകൻ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന പാരമ്പര്യമല്ല ആർഷഭാരതത്തിന് ഉണ്ടായത്. വേദാധ്യയനത്തിലൂടെ വേദത്തിന്റെ നിഗൂഢമായ തത്വങ്ങൾ അറിയാതിരുന്ന സമയത്ത് ആ ഗുരുകുല വിദ്യാർത്ഥികള് തൻ്റെ അധ്യാപകനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പിൽക്കാലത്ത് ഉപനിഷത്തുക്കൾ എന്ന് പറഞ്ഞ് നമ്മുടെ മാനവകുലത്തിന് ലഭിച്ചത്. അപ്പം ഇതേ പാരമ്പര്യം, ചോദ്യങ്ങൾ ചോദിക്കുക എന്ന ഇതേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ദേവി മഹാത്മ്യവും ആരംഭിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത് സുരതൻ എന്ന രാജാവും സമാധി എന്ന ഒരു വ്യാപാരിയും അല്ലെ, അവരുടെ അസുഖകരമായ ജീവിത സാഹചര്യങ്ങളിൽ വിഷണ്ണരായി ജീവിതത്തിന്റെ സ്വഭാവത്തെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അവര് വനത്തിലേക്ക് യാത്ര. കാരണം നമ്മൾ എപ്പോഴും ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് അല്ലെ ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് യാത്ര ചെയ്യും. അതാണ് ഇവിടെ വനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവര് രണ്ടുപേരും ചെന്നെത്തുന്നത് മേധ എന്ന മുനിയുടെ അല്ലെങ്കിൽ മഹർഷിയുടെ അടുത്താണ്. ആ മഹർഷിയുടെ അടുത്ത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കഥകൾ നമ്മൾ കേൾക്കുമ്പോഴും ഇവിടെ സുരധൻ, സമാധി, മേധ, വളരെ രസകരമായ കഥാപാത്രങ്ങൾക്ക് പേര് പോലും നമ്മുടെ ഋഷീശ്വരന്മാര് നൽകിയത് വളരെ രസകരമായിട്ടാണ്. സുരഥൻ, രഥം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭാരതീയ ദർശനത്തില് നമ്മുടെ ശരീരത്തെ പറയാൻ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ശ്രീരാമന്റെ പിതാവിന്റെ പേരെന്താണ്? ദശരഥം, ദശരഥൻ എന്നാണ്.
ദശരഥം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ശരീരമാണ്. പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ചേർന്നിരുന്ന അസ്തിത്വമാകുന്ന ശരീരം ദശരഥൻ. ആ ശരീരത്തില് അയാളുടെ മകനായി കുടികൊള്ളുന്ന ചൈതന്യം, ജീവാത്മാവാണ് ശ്രീരാമൻ. അതുകൊണ്ടാണ് ശ്രീരാമന്റെ അച്ഛന് ദശരഥൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാമായണവും ഇതിഹാസവും അല്ലെങ്കിൽ പുരാണങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, ഏത് കഥാരൂപത്തിൽ നിങ്ങൾ പിന്തുടരുന്ന ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലൊക്കെ കൃത്യമായ രീതിയിൽ രഹസ്യങ്ങൾ, ജീവിത രഹസ്യങ്ങളാണ് അവിടെ ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത്. അതുപോലെ സമാധി ശരിക്കും മനസ്സിന്റെ അവസ്ഥയാണ് സമാധി. അപ്പം സുരഥൻ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്ന സമയത്ത് സമാധി നമ്മുടെ മനസ്സിനെയാണ് അവിടെ രൂപകമായി പറയുന്നത് ഋഷി. ഇനി മേധ എന്നുള്ളത് ഹയർ ഇന്റലക്ട്, അതുകൊണ്ടാണ് മുനി ഋഷി എന്ന് പറയുന്നത്, ഹയർ ഇന്റലക്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായി മനസ്സിന്റെ ചോദ്യങ്ങൾ നമ്മൾ ഈശ്വരൻ എന്ന ഹയർ ഇന്റലിജൻസിനോടാണ് ചോദിക്കുക. നമ്മൾ ഭഗവത്ഗീതയിലും കാണുന്നത് ഇത് തന്നെയല്ലേ? കാരണം അവിടെയും രഥം കാണാം, അവിടെയും ഒരാൾ ചോദ്യം ചോദിക്കുന്നത് കാണാം, അവിടെയും ഒരു ഋഷി തുല്യനായ ഒരാളെ കാണാം. സാക്ഷാൽ ശ്രീകൃഷ്ണൻ ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ സ്വഭാവമുള്ള അർജുനൻ, അവിടെ ചോദ്യം ചോദിക്കുന്നത് രഥത്തിൽ ഇരുന്നു കൊണ്ടും. അപ്പൊ നോക്കൂ, ശരിക്കും ദുർഗാ സപ്തശതിയും ദേവി മഹാത്മ്യവും ഭഗവത്ഗീതയും എടുത്താൽ രണ്ടിനും ഒരുപാട് സാമ്യങ്ങൾ കാണാം. അങ്ങനെ ഈ കഥ മാർക്കണ്ഡേയ പുരാണത്തിലെ 74 മുതൽ 86 അധ്യായം വരെയുള്ള ഭാഗങ്ങളിലൂടെയാണ് മാർക്കണ്ഡേയ മുനി ലോകത്തോട് വിവരിക്കുന്നത്. അവിടെ ജൈമിനി മഹർഷിയുമായും പക്ഷികളുമായും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ സംവാദങ്ങൾക്കിടയിലാണ് ഇതൊക്കെ ലോകത്തോട് പറയുന്ന ഒരു ആഖ്യാന രീതി നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉത്തരവാദിയായ ആദിപരാശക്തിയുടെ മഹത്വത്തെക്കുറിച്ചും ഒരാൾ തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളും അവയെ അതിജീവിക്കുവാനുമുള്ള മാർഗങ്ങളെയും ഈ 13 അധ്യായങ്ങളിലൂടെ വിവരിക്കുന്നു. ജീവിത പാഠങ്ങൾ നൽകുന്ന പ്രതീകാത്മകമായ കഥകളുടെ രൂപത്തിലാണ് ഇവിടെ മാർക്കണ്ഡേയൻ ഈ 13 അധ്യായങ്ങളും വിവരിച്ചു കൊടുക്കുന്നത്. അവയിൽ ശക്തമായ മന്ത്രങ്ങളും ഉൾച്ചേർത്തിരിക്കുന്നു. അവ മന്ത്രങ്ങളുടെ രൂപത്തിൽ ഇത് വായിക്കുന്ന ഒരു സാധകന് അല്ലെങ്കിൽ ഒരു ഉപാസകന് അല്ലെങ്കിൽ ഒരു ഭക്തന് സാധനയ്ക്കുള്ള, ഉപാസനയ്ക്കുള്ള വഴിയൊരുക്കുന്നു. നമ്മൾ കേരളീയർക്ക് വളരെ അന്യം നിന്ന് പോയ ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ സാധന അല്ലെങ്കിൽ ഉപാസന. അതുകൊണ്ട് തന്നെ കേരളീയമായ ഭവനങ്ങളിൽ ദേവി മഹാത്മ്യം നവരാത്രി കാലങ്ങളിൽ വായിക്കുന്ന പതിവുണ്ട്. അതിൽ തന്നെ ഒരുപാട് വായന ഫോർമുലകൾ തന്നെയുണ്ട്. ഈ കഥകള് അസത്യത്തിനുമേൽ സത്യം നേടിയ വിജയത്തിന്റെ കഥകൾ മാത്രമല്ല ദേവി മഹാത്മ്യം, നമ്മുടെ അസ്തിത്വത്തിന്റെ രഹസ്യങ്ങളും അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ വെറും കഥകളാണെങ്കിൽ, ഈ ദേവി മഹാത്മ്യമൊക്കെ വെറും കഥകളാണെങ്കിൽ, ഭഗവത്ഗീത വെറും കഥകളാണെങ്കിൽ കാലത്തിന്റെ കുത്തൊഴുക്കില്, കാലത്തിന്റെ കൊടുങ്കാറ്റിൽ അവ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു മാനവരാശിക്ക്. എന്നാൽ ദുർഗാ സപ്തശതിയുടെ ദാർശനിക പരിജ്ഞാനം വളരെ ശക്തമത്തായതാണ്, അല്ലെങ്കിൽ ശക്തി ആർജിച്ചതാണ്. അത് കാലത്തിന്റെ പരീക്ഷയിൽ വിജയിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ലോകത്തിന് മുൻപിൽ ഒരു പുതിയ സമ്പ്രദായം സൃഷ്ടിച്ചു കൊടുത്തു. ഏതാണ് ആ സമ്പ്രദായം? ശാക്ത സമ്പ്രദായം. അങ്ങനെ ശാക്ത സമ്പ്രദായത്തിന്റെ ഒരു സമ്പൂർണ്ണ പരമ്പര സൃഷ്ടിക്കുകയും ചെയ്ത ഒരു അമൂല്യ ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ ഈ മാർക്കണ്ഡേയ പുരാണവും അതിലെ ദേവി മഹാത്മ്യവും. ഈ അത്ഭുത ശക്തിയുള്ള ഗ്രന്ഥം സ്വായത്തമാക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ, യതീശയിലൂടെ നമ്മളെ യാത്ര ചെയ്യുന്നത് ഈ ഒരു അത്ഭുത ഗ്രന്ഥത്തിന്റെ ഈ അത്ഭുതപരമായ ശക്തിവിശേഷങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ വർത്തമാന പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഭാവി കാലം ശോഭനമാക്കാൻ നമ്മളെ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ദുർഗാ സപ്തശതി യഥാർത്ഥത്തിൽ വേദസ്വരൂപം കൂടിയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ പുരാണങ്ങളൊക്കെ പുച്ഛിച്ച് തള്ളുമെങ്കിലും പുരാണങ്ങളിലെ വേദങ്ങളുടെ സത്ത അതിഗംഭീരമായിട്ട് ഉൾക്കൊള്ളിച്ച് ചേർത്തിട്ടുണ്ട്. ദേവി മഹാത്മ്യത്തിലൂടെ എങ്ങനെയാണ് മധുകൈടപന്മാരെയും ശുംഭനിശുംഭന്മാരെയും മഹിഷാസുരനെയും ധൂമ്രലോചനെയും രക്തബീജനെയും ഒക്കെ ദേവി എന്തിനാണ്, എങ്ങനെയാണ് ദുർഗാദേവി വധിക്കുന്നത് എന്ന് എല്ലാവർക്കും കഥാരൂപത്തിൽ സുപരിചിതമായിരിക്കാം. ആ വീക്ഷണകോണിൽ നിന്ന് ദേവി മഹാത്മ്യത്തെ കാണുമ്പോൾ അത് വെറും ഒരു കഥാഗ്രന്ഥമാണെന്ന് നമ്മൾ ധരിക്കുന്നു, അല്ലെ? രാമായണവും നമ്മൾ അങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. പലരും രാമായണത്തെ ചോദ്യം ചെയ്യാറുണ്ട്, അല്ലെ? ഇതിനെന്താണ് പ്രാധാന്യം, ഇത് വേറെ ഒരു ഇതിഹാസമല്ലേ? ദേവി മഹാത്മ്യം മാർക്കണ്ഡേയ പുരാണത്തിന്റെ ഭാഗമാണെങ്കിലും ശാക്ത പാരമ്പര്യത്തിൽ ഈ അത്ഭുത ഗ്രന്ഥത്തിൽ വേദങ്ങൾക്ക് തുല്യമായ സ്ഥാനമുണ്ട്. കൂടാതെ വേദത്തിന്റെ തന്നെ രൂപമായി ഇത് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം ദുർഗാ സപ്തശതിയിൽ അല്ലെങ്കിൽ ദേവി മഹാത്മ്യത്തിൽ പരബ്രഹ്മത്തെക്കുറിച്ചും
അതുപോലെ മോക്ഷത്തെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരണങ്ങൾ അവിടെ നൽകുന്നുണ്ട്. ഇത് യതീഷയുടെ ഒന്നാമത്തെ വെബിനാറാണ്. വരുന്ന വെബിനാറിൽ നമ്മൾക്ക് മാർക്കണ്ഡേയ പുരാണം തന്നെ വിശകലനമായി ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഭാഗങ്ങളിലായിട്ട് അതൊക്കെ നിങ്ങൾ വിശകലനം ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്രയും വിപുലമായ ഒരു ശാസ്ത്രശാഖയാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ. ദേവി മഹാത്മ്യം തന്നെ 3 ഭാഗങ്ങളിലായി വിഭാജിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ? നമുക്കറിയാം അതിനെ ചരിതം എന്ന് വിളിക്കും, ചരിത്രം എന്നും വിളിക്കും. ആദ്യ ഭാഗം യഥാർത്ഥത്തിൽ ഋഗ്വേദ സ്വരൂപമാണെന്നും രണ്ടാമത്തെ ചരിത്രം അല്ലെങ്കിൽ രണ്ടാമത് ചരിതം യജുർവേദ രൂപമാണെന്നും തൃതീയ ചരിതം അല്ലെങ്കിൽ തൃതീയ ചരിത്രം സാമവേദ രൂപമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഓരോ ചരിതത്തിന്റെ അല്ലെങ്കിൽ ചരിത്രത്തിന്റെയും തുടക്കത്തിൽ ശ്ലോകങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഛന്ദസ്സുകളുടെയും ഈ മന്ത്രങ്ങളെ സാക്ഷാത്കരിച്ച ഋഷിമാരുടെയും പേരുകൾ വിവരിക്കുന്ന വിവരണം അല്ലെങ്കിൽ വിനിയോഗം മുതലായവ നമ്മൾക്ക് കാണാം ദുർഗാ സപ്തശതിയില്. വേദങ്ങളുടെ സംഹിത ഭാഗം നിങ്ങൾ നിരീക്ഷിച്ചാൽ അവിടെയും നമ്മൾക്ക് എന്താണ് ഓരോ മന്ത്രത്തിനും ഛന്ദസ്സും ഋഷിയും ഒക്കെ കാണാം. അതിനാൽ ദേവി മഹാത്മ്യം എന്ന ഈ പാഠം വേദത്തിന്റെ തന്നെ രൂപമാണ് എന്ന് പറയപ്പെടുന്നു. ഉദാഹരണത്തിന് ഒന്നാം ഭാഗം ഗായത്രി ഛന്ദസ്സിലാണെങ്കിൽ അതുപോലെ നമ്മൾ ഓരോ ഭാഗങ്ങളിൽ മൂന്നാം ഭാഗം ഇപ്പോൾ അനുഷ്ടുപ് ഛന്ദസ്സാണ്. അതുകൊണ്ട് തന്നെ വേദവാങ്മയവും സപ്തശതി വാങ്മയവും സാമ്യമുള്ളതാണ്. രണ്ടും ഛന്ദസ്സുകളിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പരിഗണിക്കുമ്പോൾ ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥം ദേവിയുടെ യുദ്ധരംഗങ്ങൾ വിശദീകരിക്കുന്നതിന് ഉപരിയായി മാനവരാശിയുടെ അസ്തിത്വം, പരബ്രഹ്മം, സൃഷ്ടി, മരണം മുതലായവയെ കുറിച്ചുള്ള സകല അറിവും തീർച്ചയായും ദേവി മഹാത്മ്യത്തിലും ഉണ്ടായിരിക്കണം. കാരണം വേദം അല്ലെ നമ്മുടെ ധർമ്മത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിന്റെ നമ്മുടെ സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വേദമാണ്. വേദം തൊടാത്ത ഒരു മേഖലയും അല്ലെ മനുഷ്യ ജീവിതത്തിന്റെ ഒരു മേഖലയും തൊടാതെ പോയിട്ടില്ല എന്ന് നമ്മൾക്കറിയാം. അതുപോലെ തന്നെയാണ് ദേവി മഹാത്മ്യവും. ഇനി പ്രഥമ ചരിതം അല്ലെ ഒന്നാം അധ്യായത്തിൽ ആകെയുള്ള മന്ത്രസംഖ്യ 104 അവിടെ നമ്മൾക്കറിയാം അതിന്റെ ഒന്നാം ചരിത്രത്തില് അല്ലെങ്കിൽ പ്രഥമ ചരിതത്തില് അവിടെ ഋഷി ബ്രഹ്മ ഋഷിയാണ്, ദേവത അവിടെ മഹാകാളിയാണ്, ഛന്ദസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗായത്രിയാണ്. അതില് ശക്തി പറഞ്ഞിരിക്കുന്നത് നന്ദ, ബീജം പറഞ്ഞിരിക്കുന്നത് രക്തദന്തിക, അതിന്റെ തത്വം പറഞ്ഞിരിക്കുന്നത് അഗ്നിതത്വമാണ്. കാരണം നമ്മൾക്കറിയാം ഋഗ്വേദം തുടങ്ങുന്നത് തന്നെ അഗ്നിമീലേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നദാതപം. അഗ്നിതത്വത്തെ ഇൻവോക്ക് ചെയ്തിട്ടാണ് ഋഗ്വേദം പോലും അല്ലെ. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ മാനവരാശിക്ക് അല്ലെ ഇന്നോളം ലോകത്ത് മനുഷ്യനൊരു സാഹിത്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും ആദ്യത്തെ സാഹിത്യം പോലും ആദ്യത്തെ വരി നീക്കി വെച്ചത് അഗ്നിതത്വത്തിനാണ്. ഇനി അവിടെ സ്വരൂപം ശ്രീ മഹാകാളി സ്വരൂപമാണെന്ന് നമ്മൾ പറയും. ദേവിയുടെ ഉഗ്രമായ രൂപമാണ് മഹാകാളി. ആദ്യ ചരിത്രത്തിന് കാരണമായതും ഈ മഹാരൂപമായ മഹാകാളിയാണ്. അതിന്റെ ബീജമാകട്ടെ രക്തദന്തികയും അതുപോലെ തത്വം അഗ്നിയും, വേദം ഋഗ്വേദം. ഇനി മധ്യമ ചരിത്രം എടുത്താല് അവിടെ രണ്ടാം അധ്യായം മധ്യമ ചരിത്രത്തില് 2ഉം 3ഉം അധ്യായത്തില് 69ഉം 44ഉം അതുപോലെ തന്നെ 4ആം അധ്യായത്തില് 42 മന്ത്രങ്ങളാണ്. അങ്ങനെ മൊത്തം മധ്യമ ചരിത്രത്തിൽ 155 മന്ത്രങ്ങളാണ്. ഇവിടെയോ ഋഷിയെ വിഷ്ണു ആണ് പറഞ്ഞിട്ടുള്ളത്, ദേവത മഹാലക്ഷ്മിയാണ്, ഛന്ദസ് ഉഷ്ണിക് ഛന്ദസ്സാണ്, ശക്തി ശാകംഭരിയാണ്, ബീജം ദുർഗ, തത്വം വായു. അപ്പോ ഇവിടെ 2ആം അധ്യായം മുതൽ 4ആം അധ്യായം വരെയുള്ള മധ്യമ ചരിത്രത്തില് മഹാലക്ഷ്മിയാണ് ദേവത, ദുർഗാ സ്വരൂപം, യജുർവേദ സ്വരൂപവുമാണ്. ഇനി ഉത്തര ചരിത്രം നോക്കിയാൽ അവിടെ ശേഷിക്കുന്ന 5ആം അധ്യായം മുതൽ 13ആം അധ്യായം വരെ മൊത്തം 441 മന്ത്രങ്ങളാണ്. അവിടെ ഋഷി രുദ്ര ഋഷിയാണ്, മഹാസരസ്വതിയാണ് ദേവത, ഛന്ദസ് അനുഷ്ടുപ്പാണ്, അതിന്റെ ശക്തി ഭീമാശക്തി, ബീജം ഭ്രമരിയാണ്, തത്വം സൂര്യതത്വം, വേദം സാമവേദം. അങ്ങനെ ബാക്കിയുള്ള 5 മുതൽ 13 വരെയുള്ള ആ ഉത്തര ചരിത്രത്തിലും മഹാസരസ്വതിയാണ് അവിടെ ദേവത. അങ്ങനെ ഈ 3 ചരിത്രങ്ങൾ യഥാക്രമം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരുടേതാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ദേവി മഹാത്മ്യം ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടായിരിക്കണം. ദേവി മഹാത്മ്യവും എന്താണ് ശാക്തദർശനവും തമ്മിലുള്ള ബന്ധം? എങ്ങനെയാണ് ഓരോ അധ്യായത്തിന് മുമ്പിലും ഛന്ദസ്, ദേവത, ഋഷി എന്നിവയൊക്കെ ഉള്ളത്? അതുപോലെ തന്നെ അതിനൊരു ധ്യാന ശ്ലോകവും കാണാം. അതിലെ പ്രഥമ പങ്ക്തിയിൽ ഒരു ബീജമന്ത്രം രഹസ്യമാക്കി വെച്ചിട്ടുണ്ട്.
ആ ശ്ലോകത്തിന്റെ പ്രഥമ അക്ഷരത്തിൽ ആ ബീജമന്ത്രം ജനിക്കുന്നു. ഉദാഹരണത്തിന് ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ കാണാം ഓം ഐം മാർക്കണ്ഡേയ ഉവാച. രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണും ഓം ഹ്രീം ഋഷിരുവാച. മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും ഓം ക്ലീം ഋഷിരുവാച. അങ്ങനെ ഓം ഐം ഹ്രീം ക്ലീം എന്ന ഒരു മന്ത്രത്തിന്റെ പരമ്പര നമ്മൾക്ക് അവിടെ കാണാം. ബീജമന്ത്രത്തിന്റെ പരമ്പര നമ്മൾക്ക് ദേവി മഹാത്മ്യത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും. 3 ഖണ്ഡങ്ങളായുള്ള ദേവി മഹാത്മ്യത്തില് പ്രഥമ ഖണ്ഡം അല്ലെങ്കിൽ ചരിതം അല്ലെങ്കിൽ ചരിത്രം എന്ന് നമ്മൾ വിളിച്ചതില് 10 കൈകളുള്ള കാളിയുടെ ധ്യാന മന്ത്രമാണ് ഉള്ളത് അല്ലെ? കാരണം ആ ആദ്യത്തെ ചരിത്രം നമ്മൾ പറഞ്ഞു കാളിയുടേതാണ്. രണ്ടാമത് ചരിത്രത്തില് 18 കൈകളോട് കൂടിയ മഹാലക്ഷ്മിയാണ് ധ്യാനമന്ത്രമായി ഉള്ളത്. മൂന്നാമത്തെ ചരിത്രത്തിലോ 8 കൈകളോട് കൂടിയ സരസ്വതിയാണ് ധ്യാനമന്ത്രമായിട്ടുള്ളത്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, വളരെ രസകരമായ, കാരണം യതീശയിലെ ലളിതാ സഹസ്രനാമൊക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം, അല്ലെങ്കിൽ നവദുർഗ ഉപാസന പഠിച്ച ആളുകൾക്ക് അറിയാം. അവിടെ നമ്മൾ വളരെ വ്യക്തമായി ശാക്തതന്ത്രത്തിലെ ഞാനും ഈശ്വരനും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ആ തത്വങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ സ്തുതിക്കുന്നത് പോലും അങ്ങനെയാണ്, തത്വാസന തത്വമയി. ഇവിടെയും നോക്കൂ നിങ്ങൾ, 10 സരസ്വതി അല്ല 10 കൈകളുള്ള കാളി, 18 കൈകളുള്ള മഹാലക്ഷ്മി, 8 കൈകളോടുള്ള മഹാസരസ്വതി. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ 10ഉം 18ഉം 8ഉം 36. അവിടെ നമ്മൾ പറയുന്ന ഈശ്വരൻ പരിണമിച്ച് മനുഷ്യനായ 36 തത്വങ്ങളെ കാണാം. ഇങ്ങനെ ശുദ്ധബോധമാകുന്ന ശിവതത്വത്തിൽ നിന്നും അഹംബോധം ജനിക്കുന്നതോടുകൂടി സൃഷ്ടിയുടെ പ്രക്രിയ ആരംഭം കുറിക്കുന്നു. അങ്ങനെ ഇതം എന്ന ഭാവം ഉയരുമ്പോൾ സൃഷ്ടിയിൽ നാനാപ്രകാരത്തിലുള്ള വസ്തുക്കൾ ജന്മമെടുക്കുന്നു. ശൈവ പാരമ്പര്യം അനുസരിച്ച് സദാശിവ തത്വം മുതൽ ഈശ്വര തത്വം, വിജ്ഞാനകല, പ്രളയതത്വം, സകല തത്വം ഇതൊക്കെ പരാമർശിക്കപ്പെടുമ്പോൾ ശാക്തദർശനത്തില് ദുർഗാ സപ്തശതിയില് പ്രാപഞ്ചിക ബോധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സൃഷ്ടിക്രമത്തില് പല ആവരണങ്ങളുണ്ട്. ഏറ്റവും ഉപരിതലത്തിലുള്ള ആവരണത്തില് ശുദ്ധബോധവും ആവിർഭവിക്കാത്ത പരാസംവിത് അവസ്ഥയിൽ കുടികൊള്ളുന്നതായി കാണാം. ആ പരാസംവിത്തിന്റെ, അതായത് പരാസംവിത്ത് എന്ന് പറഞ്ഞാല് ശിവനും ശക്തിയും മേളിച്ചിരിക്കുന്ന അവസ്ഥ, എല്ലാം തന്റെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന അവസ്ഥ. ആ പരാസംവിത്തിന്റെ ആവിർഭാവത്തിന് വേണ്ടി ശാക്ത സമ്പ്രദായത്തില് മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി എന്നീ ചൈതന്യങ്ങളെ കേവലം ഇത്രയും കൈകളാൽ ചിത്രീകരിക്കുന്നു. ആ ചൈതന്യങ്ങള് സൂക്ഷ്മ തലത്തിൽ വസിക്കുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശുദ്ധബോധത്തിന് അഹംബോധവും വർദ്ധിക്കുമ്പോൾ ഈ 3 ചൈതന്യങ്ങളെയും വിവിധ ഭാവങ്ങളിൽ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 10, 18, 8 എന്ന ഈ 36 തത്വങ്ങളിൽ ചിത്രീകരിക്കുന്നതായി നമ്മൾക്ക് കാണാം. അതിനാൽ ഇവിടെ നമ്മൾ ശൈവ ശാക്ത ദർശനങ്ങൾ ഒന്നിലധികം വരുന്ന സൃഷ്ടി ക്രമത്തെ അംഗീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ശാക്ത ദർശനത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങിയാൽ ശൈവ ദർശനത്തെ പോലെ സാഖ്യ ദർശനവും അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശൈവ ദർശനവും സാഖ്യ ദർശനവും സമം ശാക്ത ദർശനം. അതാണ് യഥാർത്ഥത്തില് ദുർഗാ സപ്തശതിയിലൂടെ ഭാരതത്തിന് അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിന് വേണ്ടിയിട്ട് ഋഷീശ്വരന്മാര് സംഭാവന ചെയ്തത്. സാഖ്യ ദർശനത്തില് ബ്രഹ്മാണ്ഡ സൃഷ്ടിക്രമം മൂലപ്രകൃതിയിൽ നിന്ന് ഉടലെടുക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ, സത്വം രജസ് തമസ് ആകുന്ന മൂലപ്രകൃതി പുരുഷനിൽ സംയോഗിക്കുമ്പോൾ അത് മഹത്ത്, അഹങ്കാരം, അതിൽ നിന്ന് തന്മാത്രകൾ, അവയിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ, ഇവയൊക്കെ ഈ ത്രിഗുണങ്ങളുടെ പാരസ്പരികതയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണെന്ന് നമ്മൾ കണ്ടെത്തുന്നു. ശാക്തദർശനത്തിൽ ദേവിയുടെ 3 സ്വരൂപങ്ങളുണ്ട്. ഇവിടെയും നോക്കാം, മഹാകാളി അത് താമസിക ഗുണവും, മഹാലക്ഷ്മി രാജസിക ഗുണവും, മഹാസരസ്വതി സാത്വിക ഗുണവും. ഇപ്പം പ്രപഞ്ചത്തിന്റെ തന്നെ ഉൽപ്പത്തിയും അതിൻ്റെ സൃഷ്ടി പരമ്പരയെ കുറിക്കുന്ന എല്ലാ തത്വങ്ങളിലൂടെയുമാണ് ദേവി അല്ലെങ്കിൽ ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ദുർഗാ സപ്തശതി യാത്ര ചെയ്യുന്നത്. ഇനി അതിന്റെ പ്രധാന മന്ത്രം അല്ലെ, ചണ്ഡിക, ഓം നമ ചണ്ഡികായൈ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ചണ്ഡികാദേവി. ആ ചണ്ഡികാദേവി യഥാർത്ഥത്തിൽ പരബ്രഹ്മ സ്വരൂപമാണ്. എന്താ അങ്ങനെ പറയാനുള്ള രഹസ്യം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ രഹസ്യം? വേദങ്ങളില്
ജ്ഞാനകാണ്ഡത്തിലും ഉപനിഷത്തുക്കളിലും പരബ്രഹ്മ വർണ്ണന നമ്മൾക്ക് കാണാം. വേദങ്ങളില് നമ്മൾക്കറിയാം രൂപവർണ്ണന വളരെ കുറവാണ് അല്ലേ? അവിടെ പ്രപഞ്ചത്തിന്റെ തത്വങ്ങളെയാണ് അവർ ആരാധിച്ചിരുന്നതെങ്കിൽ പിന്നീട് വരുന്ന ഉപനിഷത്തുക്കൾ പോലെയുള്ള വേദാംഗങ്ങളിലൊക്കെ നമ്മൾക്ക് പരബ്രഹ്മത്തെ വർണ്ണന കാണുവാൻ സാധിക്കും. അതിൽ ബ്രഹ്മവും ആത്മാവും തമ്മിലുള്ള ബന്ധം നമ്മൾക്ക് കാണാം. ആ ജ്ഞാനത്തെയാണ് മാർക്കണ്ഡേയ പുരാണത്തില് ചണ്ഡികാദേവിയായി അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറും ഒരു കഥയോ ഒരു കഥയുടെ ടെക്സ്റ്റോ മാത്രമല്ല ഇത്. ദേവി മഹാത്മ്യത്തിന്റെ പ്രസിദ്ധനായ അല്ലെങ്കിൽ ദേവി മഹാത്മ്യത്തിന്റെ ഭാഷ്യം ചമച്ച പ്രസിദ്ധനായ ഭാസ്കരരായരുടെ ദേവി മഹാത്മ്യ ഭാഷ്യമായ ഗുപ്തവതിയില് ആവാഹന മന്ത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ ചണ്ഡികാദേവി സർവോച്ചമായ പരബ്രഹ്മ സ്വരൂപിണിയായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. ദേവി എല്ലാം തൻ്റെ ഉള്ളിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള പരമബോധ ചൈതന്യമായിട്ടാണ്. ആ ചൈതന്യം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 വൃഷ്ടികളിലായി അവതരിപ്പിക്കപ്പെടുന്നു അവിടെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരമബോധ ചൈതന്യത്തിൽ നിന്ന് 3 വികൃതികൾ ഉൽപ്പന്നമാകുന്നു. അവയെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്ന് വിളിക്കുന്നു. ഉപനിഷത്തുക്കളില് പരബ്രഹ്മത്തെ ഇച്ഛ, ജ്ഞാനം, ക്രിയ എന്നീ 3 ഭാഗങ്ങളിലായി വിഭജിച്ചത് കാണാം. ഐതരീയ ഉപനിഷത്തിലെ പ്രഥമ ഭാഗത്തിലെ പ്രഥമ അധ്യായത്തിലെ പ്രഥമ ശ്ലോകം ഇങ്ങനെ വർണ്ണിക്കുന്നു. എന്താ? സ ഈക്ഷത ലോകാനുസൃജ ഇതി. ഇവിടെ ഭാസ്കരരായ പരബ്രഹ്മത്തിന്റെ ഇച്ഛാഭാവത്തെയാണ് സിദ്ധമാക്കിക്കൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മള് ശ്വേതാശ്വതരോപനിഷത്തിൽ നോക്കിയാൽ അവിടെ 6-ാം അധ്യായത്തിലെ 8-ാം ശ്ലോകത്തിൽ നമുക്ക് കാണാം, ന തസ്യ കാര്യകരണം ച വിദ്യതേന തത് സമശ്ചാഭ്യതീകശ്ച ദൃശ്യത്തെ പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത്തെ സ്വാഭാവികി ജ്ഞാന ഫലക്രിയാച. എന്താണ് ഇവിടെ? പരബ്രഹ്മത്തിന്റെ അവശേഷിച്ച ജ്ഞാന ക്രിയാഭാവങ്ങളാണ്. സ്വഭാവികി ജ്ഞാന ഫലക്രിയാച. ഇവിടെ നമുക്ക് നേരത്തെ ഇച്ഛാഭാവത്തെ അവിടെ നമ്മൾ പറഞ്ഞപ്പോ സ ഈക്ഷത ലോകാനുസൃജ ഇതി എന്ന് നമ്മള് പ്രധാനമായിട്ട് ആദ്യം പറഞ്ഞപ്പോ, ഐതരേയ ഉപനിഷത്തിൽ പറഞ്ഞപ്പോ, ശ്വേതാശ്വതരോപനിഷത്തില് അവശേഷിച്ച ബാക്കി 2 ഭാഗങ്ങളും കാണാം, ജ്ഞാനയും ക്രിയയും. അങ്ങനെ പരബ്രഹ്മത്തിന്റെ 3 സ്വഭാവങ്ങളാണ് ഇച്ഛ, ജ്ഞാനം, ക്രിയ. ഇതിൽ നിന്നാണ് സൃഷ്ടിയുടെ ആരംഭം കുറിക്കുന്നത്. ഈ അറിവിനെ ശാക്തദർശന സമ്പ്രദായത്തിൽ പരാശക്തിയുടെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്ന ചൈതന്യത്തെ ചേർത്തുകൊണ്ട് ദേവി ചണ്ഡിക എന്ന സ്വരൂപത്തിൽ വിവരിച്ചിരിക്കുന്നു. വേദാന്തത്തിന്റെ ദൃഷ്ടികോണില് ചണ്ഡികാദേവി പരബ്രഹ്മമാണ്, ആദിശക്തിയാണ്, നിർഗുണമാണ്. ദേവിയുടെ 3 സഗുണ രൂപങ്ങളാണ് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. കാരണം ബ്രഹ്മത്തിന് സഗുണഭാവവും നിർഗുണഭാവവും ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ രഹസ്യ മന്ത്രങ്ങൾ, ഐം ഹ്രീം ക്ലീം എന്ന ബീജമന്ത്രങ്ങളുടെ രഹസ്യവും നമ്മൾക്ക് നോക്കാം. ബീജമന്ത്രം സത്യത്തിൽ എന്താണ്? ഇതിന്റെ അർത്ഥം എന്താണ്? മന്ത്രം എന്ന വാക്കിന്റെ കൂടെ എന്തിനാണ് എപ്പോഴും ബീജം ചേർത്ത് ബീജമന്ത്രം എന്ന പദം ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഇത് ചേർത്ത് വെക്കുന്നത്? നമ്മൾ ഹൈന്ദവ ദർശനങ്ങളെ നിരീക്ഷിച്ചാൽ ബീജം എന്ന ശബ്ദത്തിന്റെ അർത്ഥം അവിടെ കാരണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബീജം എന്നാൽ കാരണം. എങ്ങനെയാണ് ഒരു വലിയ വൃക്ഷം അതിന്റെ ബീജത്തിൽ നിന്ന് ഉൽപ്പന്നമാവുന്നത്, അതുപോലെ ഒരു വലിയ വടുവൃക്ഷം ഉണ്ടാവാനുള്ള കാരണം ആ ബീജമാണ്. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഉൽപ്പന്നമാവുന്നത് അതിന്റെ ബീജത്തിൽ നിന്നുമാണ്. ഇതിന്റെ പ്രാരംഭിക കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഈ ബീജത്തെ പ്രാരംഭിക കാരണം എന്ന് വിളിക്കാം. മന്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലോ ആ പ്രാരംഭിക കാരണത്തിന്റെ ധ്വനിയാണ് ബീജം. അപ്പോ ലോകത്ത് പുറമേ നമ്മൾ നോക്കിയാല്, പ്രകൃതിയിൽ നോക്കിയാൽ ബീജം ഈ പറയുന്ന പോലെ മറ്റ് പല സൃഷ്ടിക്കും കാരണമാകും. വിത്ത് അല്ലെ, ഒരു മാവ് ഉണ്ടാവുന്നത് പോലും ആ മാങ്ങയിലുള്ള ആ ബീജം കൊണ്ടാണ്. ചക്കയിലുള്ള ബീജമാണ് അല്ലെ പ്ലാവ് ഉണ്ടാവുന്നത്. അത് ബാഹ്യപ്രകൃതിയിൽ അങ്ങനെയാണെങ്കിൽ മന്ത്രത്തിന്റെ കാര്യം എടുത്തു നോക്കിയാൽ മന്ത്രത്തിന്റെ ശക്തിയുടെയും കാരണമായി വസിക്കുന്നതാണ് ബീജം എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ബീജ ശബ്ദത്തിൽ ഒരു വിശിഷ്ടമായ കമ്പനം അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആവിർഭവിക്കാത്ത ചൈതന്യത്തിന്റെ സ്രോതസ്സാണ് ആ ബീജത്തിന്റെ ശബ്ദത്തിൽ അന്തർലീനമായിരിക്കുന്ന ആ ധ്വനി. ചുരുക്കി പറഞ്ഞാൽ അൺമാനിഫെസ്റ്റഡ് എനർജി ഇൻ എ കോൺസെൻട്രേറ്റഡ് ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ബീജം എന്ന് പറഞ്ഞാൽ അൺമാനിഫെസ്റ്റഡ് എനർജി, അതായത് ഇനിയും അത് ആവിർഭവിക്കാൻ ഇരിക്കുന്നത് അത്രേ, അതിന്റെ കോൺസെൻട്രേറ്റഡ് ആയ രൂപമാണ് ബീജശബ്ദങ്ങൾ. അതിനാല് അതിലെല്ലാ ശക്തിയും കമ്പനങ്ങളും ഉപസ്ഥിതമായ ഒരു മന്ത്രത്തിന്റെ ഏറ്റവും എസെൻഷ്യൽ ആയ ഘടകമാണ് ബീജശബ്ദം.
അതിനാൽ പൂർണ്ണ പ്രപഞ്ചത്തെ പ്രതിനിധീകരിക്കുന്ന ഓംകാരധ്വനിയെ, പ്രണവ മന്ത്രത്തെ മഹാബീജം എന്നാണ് വിളിക്കുക. കാരണം നമുക്കറിയാം അല്ലെ, ഈവൻ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം അല്ലെ, നാസ പോലും റെക്കോർഡ് ചെയ്ത സൗണ്ടില് ഓംകാരം കേൾക്കാൻ സാധിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ശബ്ദം തന്നെ ഓംകാരം. അപ്പൊ പൂർണ്ണ പ്രപഞ്ചത്തെ പ്രതിനിധീകരിക്കുന്ന ആ ഓംകാര ധ്വനിയെ നമ്മുടെ ഋഷീശ്വരന്മാര് വിളിച്ചത് മഹാബീജം എന്നാണ്. ഇനി പൂർണ്ണ ബ്രഹ്മത്തെ അവര് വർണ്ണിച്ചിട്ടുള്ളത് സത് ചിത് ആനന്ദം എന്നാണ്. പൂർണ്ണ ബ്രഹ്മം എന്നാല് സത് ചിത് ആനന്ദം. അങ്ങനെയാണെങ്കിൽ ചണ്ഡികാദേവിയും സത് ചിത് ആനന്ദം തന്നെയാണ്. എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ആ ത്രിതത്വം ദർശിക്കുന്നു. എങ്ങനെ? സത് ചിത് ആനന്ദം. സത്ത് എന്ന ശബ്ദം ഐം എന്ന ബീജത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ചിത്ത് ഹ്രീം എന്ന ബീജത്തെ പ്രതിനിധാനം ചെയ്യും. ക്ലീം ആനന്ദത്തെ. സത് ചിത് ആനന്ദം എന്ന് നമ്മൾ പൂർണ്ണ ബ്രഹ്മത്തെ വിളിക്കുമ്പോൾ ശാക്തര് പറയും ഐം ഹ്രീം ക്ലീം. ഈ ബീജമന്ത്രം ദേവിയുടെ സച്ചിദാനന്ദ സ്വരൂപത്തെ പ്രദർശിപ്പിക്കുന്നു. ഇത് 3 ദേവതകളുടെ ഗുണങ്ങൾ മാത്രമല്ല, മറിച്ച് പരബ്രഹ്മത്തിന്റെ തന്നെ രൂപമാണ്. അതിനാൽ ഐം ഹ്രീം ക്ലീം എന്നത് ചണ്ഡികാദേവിയുടെ സച്ചിദാനന്ദ പരബ്രഹ്മസ്വരൂപത്തെ മന്ത്രം ചൊല്ലി നമ്മുടെ ഉള്ളിൽ ഉണർത്താൻ ഉപയോഗിക്കുന്ന ബീജശബ്ദമാണ്. അതിനാൽ ഇവിടെ അതിമഹത്വം എന്താണ് എന്ന് കരുതിയാൽ ഇവിടെ നമ്മൾ ഇന്ദ്രിയ ഗോചരമല്ലാത്ത, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ മുമ്പിൽ പ്രകടമാവാത്ത പരബ്രഹ്മ സ്വരൂപത്തിലേക്കാണ് ദേവി മഹാത്മ്യത്തിലൂടെ നമ്മൾ യാത്ര തുടങ്ങുന്നത്. കാരണം അവിടെ നിന്നാണല്ലോ എല്ലാ സൃഷ്ടികളും ഉൽപ്പന്നമായിട്ടുള്ളത്. ചണ്ഡികാദേവിയിൽ നിന്ന് തന്നെയാണ് സഗുണഭാവത്തിൽ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി പ്രകടമായത്. പ്രളയത്തെയും അന്ധകാരത്തെയും പ്രതീകവൽക്കരിക്കുന്നതും താമസിക ഗുണത്തെ ദ്യോതിപ്പിക്കുന്നതുമായ നീല അല്ലെങ്കിൽ കറുപ്പ് വർണ്ണങ്ങളിലാണ് മഹാകാളിയെ വർണ്ണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കർമ്മണ്യത, ക്രിയാശീലത, പ്രവർത്തന ശക്തി, ഇതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന രജോ ഗുണത്തെ ദ്യോതിപ്പിക്കുന്ന ഗതിശീലത, ദ കൈനറ്റിക് എനർജിയാണ് യഥാർത്ഥത്തിൽ മഹാലക്ഷ്മിയെ രക്തവർണം കൊണ്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഇനി ലാളിത്യത്തിന്റെയും ജ്ഞാനപ്രകാശത്തിന്റെയും പ്രതീകമായ സരസ്വതി, സത്വഗുണം, ആ ദ്യോതിപ്പിക്കുന്ന മഹാസരസ്വതിയെ അവിടെ ശ്വേതവർണം, വൈറ്റ് കളറിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ചണ്ഡികാദേവിയുടെ സഗുണ രൂപങ്ങളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഇവരുടെ രൂപാത്മകത്വം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ത്രിഗുണങ്ങളെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മാർക്കണ്ഡേയ പുരാണത്തിലാണ് ഈ ദിവ്യമായ ടെക്സ്റ്റ് അല്ലെ. നമ്മൾ പറഞ്ഞു മനുഷ്യവർഗത്തിന്റെ പരിണാമത്തില്, മാർക്കണ്ഡേയം പുരാണത്തിന്റെ മഹാത്മ്യം എന്താണ്? മനുഷ്യവർഗത്തിന്റെ പരിണാമത്തിൽ ഭക്തിയുടെയും ശക്തിയുടെയും സ്ത്രീത്വത്തിന്റെയും പ്രാധാന്യത്തെ ഊന്നി പറയുന്നതിലൂടെ മാർക്കണ്ഡേയ പുരാണം ഒരു പ്രധാന പങ്ക് മാനവരാശിയുടെ പുരോഗതിയിൽ വഹിച്ചിട്ടുണ്ട്. ഈ പുരാണം ആദ്യം മാർക്കണ്ഡേയ ഋഷിയും അല്ലെ, അതില് കിളികളായിട്ടുള്ള സംവാദമുണ്ട്, ജൈമിനി മഹർഷിയോടുള്ള സംവാദമുണ്ട്, അങ്ങനെ വിവരിച്ചു കൊടുക്കുന്ന കഥകളായിട്ടാണ് അത് പറയുന്നതെങ്കിലും ഈ പുരാണങ്ങളുടെ സൂചികയിൽ നമ്മുടെ മുഴുവൻ പുരാണങ്ങളുടെ പട്ടിക എടുത്താൽ മാർക്കണ്ഡേയ പുരാണം 7ാം സ്ഥാനത്താണ്. 134ഓളം അധ്യായങ്ങളിലായി വിഭജിച്ചിരിക്കുന്ന 9000ഓളം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുരാതന ഹൈന്ദവ ഗ്രന്ഥമാണ് മാർക്കണ്ഡേയ പുരാണം. ശിവനോടുള്ള ഭക്തിക്കും അതുപോലെ തന്നെ ആ ഭക്തിക്ക് പേര് കേട്ട മാർക്കണ്ഡേയൻ അല്ലെ, അതിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ആ പുരാണത്തിന്റെ കഥാവിവരണം ആരംഭിക്കുന്നത് തന്നെ. ഇത് ശരിക്കും ഹിന്ദുവിന്റെ അറിവിന്റെ ഒരു കലവറയാണ് ഈ ടെക്സ്റ്റ്. ഭാരതീയമായ പ്രപഞ്ചശാസ്ത്രത്തെയും ദാർശനിക ആശയങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, ലയനം എന്നിവയൊക്കെ ഈ പുരാണം കൃത്യമായി ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ധാർമ്മിക ജീവിതം നയിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ, അതായത് നീതിപൂർവകമായ പെരുമാറ്റം, കർമ്മം, അതായത് കാരണത്തിന്റെയും ഫലത്തിന്റെയും നിയമം, കർമ്മ നിയമങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യുന്നുണ്ട്. സാമൂഹികവും സാംസ്കാരികവുമായ സ്ത്രീകളുടെ അവസ്ഥ, അവരുടെ ഭക്ഷണശീലങ്ങള്, വിവിധ ആരാധനാ രീതികൾ എന്നിവയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ഈ ഒരു പുരാതന ഗ്രന്ഥത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശിവനെ പരമോന്നത ദേവതയായി ചിത്രീകരിക്കുകയും ദുർഗാദേവിയുടെ ദിവ്യ ഗുണങ്ങളെയും പങ്കിനെയും പ്രത്യേകിച്ച് ശക്തി എന്ന അവളുടെ ഭാവത്തെ ഊന്നി പറയുകയും ചെയ്യുന്നു. അതാണ് ദേവി മഹാത്മ്യത്തിനുള്ള പ്രാധാന്യം.
അപ്പം ദേവി മഹാത്മ്യം എന്ന ഭാഗം ഹിന്ദുമതത്തിലെ ശാക്ത സമ്പ്രദായത്തിന്റെ കേന്ദ്ര ഗ്രന്ഥമായിട്ടാണ്, അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ്, ദ ബേസിക് ടെക്സ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇത് പലപ്പോഴും, ഇതിന്റെ വളരെ രസകരമായ ഒരു കാര്യം, ഇത് പലപ്പോഴും ഭഗവത്ഗീതയുമായി താരതമ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും. കാരണം ഭഗവത്ഗീതയുടെ 4-ാം അധ്യായത്തില് 7-ാമത്തെ ശ്ലോകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഇതേ ശ്ലോകം ദ സെയിം നമ്മൾക്ക് വേണമെങ്കിൽ ഈ മാർക്കണ്ഡേയ പുരാണത്തിലും കാണാം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ജൈമിനേയ അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാസ്തയസ്സോ. ചെറിയൊരു മാറ്റം മാത്രം. ഇങ്ങനെയാണ് ഈ ഒരു ടെക്സ്റ്റിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ. അപ്പോൾ ഒരാള് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇവിടെ വർണ്ണാശ്രമ ധർമ്മങ്ങള്, അതിഥികളെ പരിചരിക്കുന്നത്, അതുപോലെ ശ്രാദ്ധം, സദാചാരം, ഗൃഹധർമ്മങ്ങൾ, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഗ്രന്ഥം നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ തന്നെ ലോകത്ത് ആദ്യമായിട്ട് പാരന്റിങ് എന്താണ് എന്നത് ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ഭാരതമാണ്. അത് നമ്മൾക്ക് വളരെ കൃത്യമായി മാർക്കണ്ഡേയ പുരാണത്തില് കാണുവാൻ സാധിക്കും. അവിടെ മദാലസ എന്നൊരു ഭാഗം കാണാം. ഒരു യോഗിനിയായ ഒരു അമ്മയുടെ കഥ അവിടെയുണ്ട്. അവളുടെ മകനു വേണ്ടിയിട്ടുള്ള, മക്കൾക്ക് വേണ്ടി എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് ലോകത്തിന് ആദ്യമായി പറഞ്ഞു കൊടുത്തത് ഭാരതമാണ്. ഇനി ഇത് പറയുമ്പോൾ പറയാതിരിക്കാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്. കാരണം ഓസ്ട്രേലിയയിൽ, അതായത് ബ്രിസ്ബനിലുള്ള സ്കൂൾ ഓഫ് പ്രാക്ടിക്കൽ ഫിലോസഫി, അവര് ഈ മദാലസ ഗീതം എന്ന ഒരു ശ്ലോകമുണ്ട്. അതിൽ മദാലസ രചിച്ച അതിനെ അവർ സംഗീതവൽക്കരിക്കാൻ ജർമ്മൻകാരിയായ ഗബ്രിയേല ബെർണലിനെ നിയോഗിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു കമ്മീഷൻ, അതിന്റെ ഫണ്ടിങ് നൽകിയത് സ്കൂളിലെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും ഒക്കെ ചേർന്നിട്ടാണ്. നിങ്ങൾ ആലോചിക്കണം, യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ ഒരു ടെക്സ്റ്റ്, പാരന്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ്, വിദേശത്ത് ഓസ്ട്രേലിയ പോലെയുള്ള ഒരു രാജ്യം അവരുടെ കയ്യിലെ പൈസ ഉപയോഗിച്ച് അതിനെ സംഗീതവൽക്കരിക്കാൻ ജർമ്മൻകാരിയായ ഗബ്രിയേല ബെർണൽ. ഈ ഗബ്രിയേല ബെർണലിനെയൊക്കെ നിങ്ങൾ അറിയും, യൂട്യൂബിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം. സംസ്കൃതം ആഴത്തിൽ പഠിച്ച ഒരു മഹാത്മാവാണ് ആ സ്ത്രീ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ടെക്സ്റ്റ് നമ്മൾക്ക് ഇനിയും പറഞ്ഞാൽ തീരാത്ത, ഈ ഒരു വെബിനാറിലൊന്നും പറഞ്ഞാൽ തീരാത്ത അത്ര വിശേഷങ്ങൾ ഈ ഒരു ടെക്സ്റ്റിനുണ്ട്. ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ ഗാനം മദാലസ സോങ് അടിച്ചാൽ കിട്ടും. അതിൽ മാർക്കണ്ഡേയ പുരാണത്തിലെ അധ്യായം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവിടെ കാഫി രാഗത്തിലാണ് ഇത് രചിച്ചത്. വളരെ മനോഹരമാണ്, കേട്ടിരിക്കാൻ. നല്ല താരാട്ടുപാട്ടിന്റെ ഈണമാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നും നമ്മുടെ വിഷയമല്ല. അപ്പം ഇവിടെ സുരതനും സമാധിയും മേധയെ സമീപിക്കുന്നു അല്ലേ? അപ്പൊ മേധാ ഋഷി പറയുന്നത്, നിങ്ങളെ ഭൗതിക ലോകവുമായി അടുപ്പിക്കുകയും ഈ യാഥാർത്ഥ്യത്തെ, നിലവിലുള്ള ഒരേ ഒരു പരമമായ സത്യത്തെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. അവളെ മഹാമായ അല്ലെങ്കിൽ വലിയ മിഥ്യ എന്നാണ് വിളിക്കുക. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ദേവതകളെ കുറിച്ച് മുഴുവൻ വിവരണവും ആ മഹാമായയിൽ നിന്നാണ് ആരംഭിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ആ മേധ പറയുന്ന ആ പോയിന്റിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ 3 ഈശ്വരീയ ചൈതന്യങ്ങൾ ഓരോന്നും പലതരം ആസുരീക ശക്തികളെ നശിപ്പിക്കുന്നതാണ്. ദേവി മഹാത്മ്യത്തിലെ ആദ്യ അധ്യായം വളരെ ലളിതമായി അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് മഹാകാളിക്ക് സമർപ്പിച്ചിരിക്കുന്നു. അവിടെ മധുകൈടപ്പന്മാരെ കുറിച്ചിട്ടുള്ള പരാമർശമാണ്. തുടർന്ന് വരുന്ന അടുത്ത 3 അധ്യായങ്ങൾ മഹാലക്ഷ്മിക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് വരുന്ന ബാക്കി അധ്യായങ്ങളെല്ലാം മഹാസരസ്വതിക്കും. ദുർഗാ സപ്തശതി മനസ്സിലാക്കുമ്പോൾ ഈ 3 ദേവതകളും മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മൾ മറ്റേതെങ്കിലും പാരമ്പര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദഗ്രന്ഥം നമ്മൾ പരിശോധിച്ചാലോ മറ്റു മത വിശ്വാസങ്ങൾ പരിശോധിച്ചാൽ ഈ 3, 9 എന്നീ സംഖ്യകളെ യഥാർത്ഥത്തിൽ ഈ ഈശ്വരീയമായി കണക്കാക്കും, അല്ലെങ്കിൽ ദൈവികമായ മാതാക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി കാണാം. മറ്റു പല എന്താ പറയാ സംസ്കാരത്തിൽ എടുത്തു നോക്കിയാൽ. കാരണം അവൾ ഈ മുഴുവൻ സൃഷ്ടിയെയും ഈ പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവളാണ് ഈ സ്ത്രൈണത. കൂടാതെ ഈ സൃഷ്ടികൾ 3 ഗുണങ്ങളാലാണ് ഇതിനെ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ടുള്ളത്. ഈ ഒരു ത്രിഗുണങ്ങൾ, ട്രിനിറ്റി എന്നൊക്കെ നമ്മൾ ആധുനിക ലോകം വിളിക്കുന്നില്ലേ, ഈ ത്രിതത്വത്തിലാണ് ഈ എൻറ്റയർ ക്രിയേഷനെ ഒരുക്കിയിരിക്കുന്നത്. ഈ 3 ദേവതകളും ഈ ഗുണങ്ങളുടെ ശക്തികളെ മാത്രമല്ല പ്രതിനിധാനം ചെയ്യുന്നത്,
വളരെ വ്യത്യസ്തമായ അവരുടെ ആസുരീകതയുമായുള്ള അവരുടെ പോരാട്ടത്തിലൂടെയും നമ്മൾക്ക് ആ ഗുണങ്ങളെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നതിനെയും കൂടി പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ ഈ ആന്തരികമായ പോരാട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് വിജയിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം ഇത്ര അത്ഭുതകരമാവുന്നത്. കാരണം നമ്മൾ ദേവിയോടൊപ്പം പോകുമ്പോൾ അവൾ ആ യുദ്ധത്തിൽ എങ്ങനെയാണെന്നും അവളുടെ പെരുമാറ്റങ്ങൾ എന്താണെന്നും അവൾ ആസുരീകതമായ അല്ലെങ്കിൽ ആസുരീകമായ ശക്തികളോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും ഒടുവിൽ അവരെ പരാജയപ്പെടുത്തുന്നു എന്നും ഒക്കെ നമ്മൾ ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊരു അത്ഭുതകരമായ ഭാവനാത്മകമായ ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം. നമ്മുടെ മനസ്സ് അതിലൂടെ കടന്നു പോകുമ്പോൾ ആ ആന്തരിക യുദ്ധത്തിൽ നമ്മളും അവളോടൊപ്പം ചേർന്ന് പോകുന്നതായി തോന്നും നമ്മൾ. അതുകൊണ്ടാണ് ദേവി മഹാത്മ്യം വേദജ്യോതിഷത്തിലെ ചില ശക്തമായ പരിഹാരങ്ങളിൽ ഒന്നാണ്. വേദജ്യോതിഷികൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ നമ്മളോട് ചെയ്യാൻ പറയാ ദേവി മഹാത്മ്യത്തെ ഉപാസിക്കാനാണ് പറയാൻ. ഞാനും ഒരു വേദജ്യോതിഷത്തിന്റെ അനുയായിയാണ്. അപ്പോൾ ഈ കഥയിലേക്ക് ആഴ്ന്നിറങ്ങി അത് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ ഞാനും ആളുകളെ ശുപാർശ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ വെബിനാറിൽ നിങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ ഈ നിങ്ങളുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ജാതകം പോലും നിങ്ങൾക്ക് എതിരായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സുഖസുന്ദരമായി അതിനെ പൊട്ടിച്ചെറിഞ്ഞ് മുൻപോട്ടേക്ക് പോകാനുള്ള വിദ്യ ഇതിൽ സൂക്ഷ്മമായി ചേർത്ത് വെച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ മഹാകാളിയായി അവൾ ആരംഭിക്കുമ്പോൾ തുടർന്ന് 2, 3, 4 അധ്യായങ്ങളിൽ മഹാലക്ഷ്മിയായി അവൾ കടന്നു വരും. 5 മുതൽ 13 അധ്യായങ്ങൾ വരെയുള്ളതിൽ അവൾ മഹാസരസ്വതിയായും വരും. ഈ 3 ദേവതകൾ നമ്മളെ ഉള്ളിലുള്ള 3 ഗുണങ്ങളെ, മഹാകാളി തമോ ഗുണത്തെയും മഹാലക്ഷ്മി രജോ ഗുണത്തെയും മഹാസരസ്വതി സത്വഗുണത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. എന്നാൽ ഈ ദേവതകളെ അവരുടെ മറ്റ് പതിപ്പുകളുമായി നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാനാവില്ല. കാരണം മഹാസരസ്വതി എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് പൊതുവെ വെളുത്ത വസ്ത്രം ധരിച്ച് താമരയിൽ, വെള്ളത്താമരയിൽ ചുറ്റും ഹംസങ്ങളൊക്കെ ആയി വീണയൊക്കെ പിടിച്ചിരിക്കുന്ന ദേവിയാണ് മനസ്സിൽ യാന്ത്രികമായി ദൃശ്യമായി വരിക. എന്നാൽ മഹാസരസ്വതി അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അവളുടെ രൂപം യഥാർത്ഥത്തിൽ ദുർഗാദേവിയോട് വളരെ സാമ്യമുള്ളതാണ്. ഇവിടെ അവൾ തീർച്ചയായും വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അവളെ വെളുത്തതായി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. 8 കൈകളിൽ ആയുധം പിടിച്ചിരിക്കുന്ന സരസ്വതിയെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ദേവി മഹാത്മ്യത്തിൽ നമുക്ക് കാണാം. 18 കൈകളുള്ള മഹാലക്ഷ്മിയും 10 മുഖങ്ങളുള്ള മഹാകാളിയും ഒക്കെ നമ്മൾക്ക് അവിടെ കാണാം. അതിനാൽ ഇവ വളരെ പ്രപഞ്ചപരമായും അതീന്ദ്രിയവുമായ വശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അവ യഥാർത്ഥത്തിൽ സൃഷ്ടിയുടെ ഏറ്റവും പ്രാകൃതമായ ചൈതന്യങ്ങളെ അല്ലെങ്കിൽ ശക്തിയെയാണ് നമ്മൾക്ക് അവിടെ കാണിച്ചു തരുന്നത്. അപ്പം ഈ ശക്തികള് പുറം ലോകത്ത് വസിക്കുകയും നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ശക്തികൾ മാത്രമല്ല, അവ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ശക്തികളും കൂടെയാണ്. നമ്മൾ എപ്പോഴും വിചാരിക്കുക ദേവി നമ്മൾക്ക് പുറത്ത് നിന്ന് മേഘങ്ങൾക്ക് അപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ദേവിയാണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ഹൈന്ദവ ദർശനം അങ്ങനെയല്ല. ഇടക്കാലത്ത് വന്ന വിദേശ ആക്രമണങ്ങളും വിദേശ പാഠ്യരീതികളും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ മനസ്സിൽ കയറി കൂടി പോയതാണ്. ദേവിയും നമ്മളും അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളും വേറെ വേറെയാണ്, ഈശ്വരൻ നമ്മളെ നോക്കി മാർക്കിടാനിരിക്കുന്ന ആളാണെന്ന് നമുക്ക് തോന്നിപ്പോയതാണ്. അപ്പൊ ഈ ശക്തികൾ ഒരിക്കലും പുറം ലോകത്ത് വസിക്കുന്നതല്ല. അവ പുറം ലോകത്ത് വസിച്ച് നമ്മളെ എഫക്ട് ചെയ്യുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നതാണ്. ഈ ദേവതകള് നമ്മുടെ ഊർജ്ജ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന 3 ഗ്രന്ഥികൾ നമുക്കറിയാലോ. ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ പറയില്ലേ, ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി. താന്ത്രിക ഗ്രന്ഥങ്ങളിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. ഈ ഗ്രന്ഥികളിൽ അവർ വസിക്കുന്നു. അവ യഥാർത്ഥത്തിൽ ആ 3 ഗുണങ്ങളാൽ ബന്ധിതമാണ്. നമ്മുടെ മൂലാധാരത്തിൽ ബ്രഹ്മഗ്രന്ഥിയും അവിടെ മഹാകാളി ദേവി വസിക്കുന്ന തമോ ഗുണത്താൽ ബന്ധിക്കപ്പെട്ട സ്വാധിഷ്ഠാനവും മൂലാധാരത്തിനും ഇടയിലുള്ള ബ്രഹ്മഗ്രന്ഥിയിൽ മഹാകാളി വസിക്കുന്നു തമോ ഗുണത്താൽ. നമുക്കറിയാം നമ്മുടെ എല്ലാ ആസുരീകതയും വസിക്കുന്ന പ്രദേശമാണ് ഈ സ്ഥലം. രാവണൻ, നമ്മുടെ ശരീരത്തിലെ രാവണൻ നമ്മുടെ ശരീരത്തിലെ സീതയെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് മൂലാധാരത്തിലാണ്. അതുകൊണ്ടാണ് ലം എന്നുള്ളത് മൂലാധാരത്തിന്റെ ആ മൂലാധാര ചക്രത്തിന്റെ ബീജശബ്ദമാണ് ലം. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ തന്ത്രത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ വീക്ഷണ കോണുകളിൽ നിന്ന് നമുക്ക് ഈ ദേവികളെ നോക്കിയാൽ നവരാത്രി കാലങ്ങളിൽ ഈ ദേവതകള് അന്തരീക്ഷത്തിലും നമ്മുടെ ഉള്ളിലും പ്രതീകാത്മകമായി ഉണരുന്നത് കാണാം. അതുകൊണ്ടാണ് നവരാത്രി കാലത്ത് ദേവി മഹാത്മ്യത്തിന് ഇത്രയും പ്രാധാന്യം. കുണ്ടലിനി ശക്തിയുടെ രൂപത്തിൽ അവള് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉദിക്കുന്നു. അവളുടെ പ്രതീകാത്മകമായ ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ഈ ആരാധന. തീർച്ചയായും അവള്
അത് 9 രാത്രികളിൽ, അല്ലെ, നമ്മൾ വിചാരിക്കുന്നതിൽ 9 രാത്രികളിൽ അതങ്ങനെ എളുപ്പം സംഭവിക്കുന്നതില്ല. പക്ഷേ കുറഞ്ഞ പക്ഷം നമ്മൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അറിഞ്ഞ് ഇതിനെ ആരാധിക്കാൻ, ഉപാസിക്കാൻ ശ്രമിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം നമ്മുടെ അവബോധം ഉയർന്നു വരുന്നു. നമ്മൾ കൂടുതൽ വ്യക്തവും ശുദ്ധവുമായി ഈ ഗുണങ്ങളിൽ നിന്ന് കൂടുതൽ സ്വതന്ത്രരാവാൻ തുടങ്ങുന്നു. ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ പല വശങ്ങളിലേക്ക് ചരിഞ്ഞു പോവും, അല്ലേ? നിങ്ങൾ വിചാരിക്കാം, ഇതെങ്ങനെയാണ് എൻ്റെ നിത്യജീവിതവുമായി എങ്ങനെയാണ് ഇതിനെ ബന്ധപ്പെടുത്താൻ സാധിക്കുന്നത് എന്ന്. കാരണം ഇതൊക്കെ വളരെ മിത്തിക്കലായ കാര്യങ്ങളല്ലേ, ഇതൊക്കെ വളരെ നിഗൂഢ വിഷയങ്ങളല്ലേ, ഇതും ഞാനും തമ്മിൽ എന്താണ് ബന്ധം? യഥാർത്ഥത്തിൽ നമ്മൾ ബയോളജിക്കലായി ചിന്തിച്ചാൽ, ശാസ്ത്രീയപരമായി ചിന്തിച്ചാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ 3 ആൾക്കാരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത്. അതെങ്ങനെയാ? നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ ആധുനിക ശാസ്ത്രം 3 ഭാഗങ്ങളായിട്ട് വിഭാഗിച്ചിട്ടുണ്ട്. ട്രയോൺ ബ്രെയിൻ എന്നാണ് അവരതിനെ വിളിക്കുക. നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും പ്രാകൃതമായ പ്രിമിറ്റീവായ വശത്തെ നമ്മൾ ലിസാർഡ് അല്ലെങ്കിൽ റെപ്റ്റിലിയൻ ബ്രെയിൻ എന്നാണ് വിളിക്കുക. ഈ റെപ്റ്റിലിയൻ ബ്രെയിനിന്റെ ഭാഗത്ത് അടിസ്ഥാനപരമായ നമ്മുടെ അതിജീവനത്തിന്റെ പ്രാഥമിക സഹജ അവബോധത്തോടെയുള്ള ഒരു താമസിക ബ്രെയിനാണ്. അവിടെയാണ് മഹാകാളിയുടെ ശക്തി ചൈതന്യം നമ്മൾക്ക് ആവശ്യം. ആ റെപ്റ്റിലിയൻ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾക്ക് നമ്മുടെ ഉള്ളില് മഹാകാളി ചൈതന്യത്തെ ആണ് നമ്മളെ സഹായിക്കാം. പിന്നെ നമ്മൾക്ക് ബ്രെയിനിൽ ഉള്ളതാണ് നമ്മുടെ ലിംബിക് സിസ്റ്റം. അതെന്താ? നമ്മുടെ ബ്രെയിനില് വളരെ കാതലായ ഭാഗമാണ്. അവിടെയാണ് നമ്മുടെ എന്താ പറയാ, ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ തീവ്രമായ വികാരങ്ങൾ, അഭിനിവേശങ്ങൾ ഒക്കെ സംഭവിക്കുന്നത് ബ്രെയിനിന്റെ ഈ ഭാഗത്താണ്. ഇതിനെ നമ്മൾക്ക് രാജസിക് ബ്രെയിൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇവിടെ നമ്മൾക്ക് മഹാലക്ഷ്മി ചൈതന്യമാണ് ആവശ്യം. നമ്മുടെ എല്ലാ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്ത് അത് നന്മയിലേക്കുള്ള, സമൃദ്ധിയിലേക്കുള്ള ഒരു വഴിയിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ മഹാലക്ഷ്മി ഉപാസന. ഇനി 3ാമത്തെ ഭാഗം, അത് നമ്മുടെ മുഴുവൻ തലച്ചോറിനും നമ്മുടെ ചുറ്റും നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലുതും അതുപോലെ തന്നെ വികസിതവുമായ ഭാഗം, അതായത് മറ്റ് ജന്തുജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ പരിണാമത്തിന്റെ പ്രക്രിയയിൽ വേർപെട്ടവനായി ഏറ്റവും ശ്രേഷ്ഠമായി അല്ലെങ്കിൽ ശ്രേഷ്ഠമായ വ്യക്തിത്വമായി അസ്തിത്വമായി മാറ്റുന്നത് ഈ ഒരു ഭാഗമാണ്. അതിനെയാണ് നമ്മൾ നിയോ കോർട്ടെക്സ് എന്ന് വിളിക്കുക. ഇവിടെയാണ് നമ്മുടെ സൃഷ്ടിപരമായ ചിന്ത, ഉയർന്ന തലത്തിലുള്ള ബുദ്ധി, ഉയർന്ന ചിന്താഗതി, സഹാനുഭൂതി, അനുകമ്പ എന്നിവയൊക്കെ നമ്മളിൽ ജനിക്കുന്നത് ഈ നിയോ കോർട്ടെക്സിലാണ്. ഇവിടെ തീർച്ചയായും നമ്മൾക്കറിയാം, ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ സരസ്വതിയാണ്, അല്ലെ? സത്വഗുണമാണ് നമുക്ക് അവിടെ ആവശ്യം. അപ്പൊ പ്രപഞ്ചത്തിൽ മാത്രമല്ല ഈ ചൈതന്യങ്ങൾ നമ്മുടെ ഉള്ളില്, നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ പോലും അവരുടെ പ്രസൻസ് ഉണ്ട്. ഈ പ്രസൻസിനെ എങ്ങനെ നമ്മൾക്ക് സ്വാധീനിക്കാം, എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടാക്കാം? അപ്പൊ ഈ പറയുന്നത്, ഈ ശക്തികള് അമൂർത്തമല്ല. അവ നമ്മൾക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റാത്ത ചില ബാഹ്യ ശക്തികളുടെ രൂപകങ്ങൾ മാത്രമല്ല ദേവി മഹാത്മ്യം. അവ നമ്മിൽ നിലനിൽക്കുന്ന, അല്ലെ, ഈ ദേവി മഹാത്മ്യം പഠിച്ചാൽ നമുക്ക് ആ വശത്തേക്ക് എളുപ്പം എങ്ങനെയാണ് ഇറങ്ങാൻ സാധിക്കുക എന്ന് നമ്മൾ മാസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പൊ ദേവി മഹാത്മ്യം ഐതിഹ്യം അനുസരിച്ച് നമ്മൾക്കറിയാം, അല്ലെ, ഈ പ്രപഞ്ചമാതാവ് അല്ലെങ്കിൽ പരാശക്തി ഈ പ്രപഞ്ചത്തിന്റെ സമാധാനം തകർത്ത ഭീകരരായ ആസുരീക ശത്രുക്കൾക്കെതിരെ വിനാശകരമായ യുദ്ധങ്ങൾ നടത്തി ദേവന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ സമയങ്ങളിൽ ദുർഗയായി അവതരിച്ച് പ്രപഞ്ചത്തിന്റെ ക്ഷേമത്തിനായി പോരാടി. അവള് യുദ്ധം ചെയ്യുമ്പോൾ അവൾക്ക് സാഹസികതയുടെയും വിസ്മയത്തിന്റെയും കഥകളാണ് സൃഷ്ടിക്കുന്നത്. അത് അവളുടെ ഭക്തരെ ആവേശഭരിതരാക്കുകയും അവരിലെ ആഴമായ വിശ്വാസമുണർത്തുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ മാർക്കണ്ഡേയ പുരാണത്തിന്റെ 13 അധ്യായങ്ങള്, അല്ലെ, ഇതിനെ വടക്കൻ പ്രദേശങ്ങളില് ദുർഗാ സപ്തശതി എന്നും ദക്ഷിണേന്ത്യയില് ദേവി മഹാത്മ്യം എന്നും പശ്ചിമ ബംഗാളില് ചണ്ഡി അല്ലെങ്കിൽ ശതചണ്ഡി എന്നുമൊക്കെയാണ് വിളിക്കുക. ഈ 13 അധ്യായങ്ങളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന 700 ശ്ലോകം. 700 എന്ന് പറയുമ്പം സെയിം ആണ് ഭഗവത്ഗീതയിലും. അപ്പം ദേവി ഭാഗവത പുരാണം, ദേവി ഉപനിഷത്ത് എന്നിവയ്ക്കൊപ്പം ശാക്തമത സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രപഞ്ചത്തിന്റെ പരമോന്നത ദിവ്യ ചൈതന്യവും ആത്യന്തികമായ യാഥാർത്ഥ്യവും, അതായത് സൃഷ്ടാവുമായ ആദിപരാശക്തി അല്ലെങ്കിൽ ദുർഗ എന്നറിയപ്പെടുന്ന ഈശ്വരീയമായ സ്ത്രൈണശക്തിയെ ആദരിക്കുന്നതും ആരാധിക്കുന്നതും ആയ പാരമ്പര്യങ്ങളെ വിവരിക്കുന്ന ആദ്യകാല സമ്പൂർണമായ ദാർശനിക
കയ്യെഴുത്ത് പ്രതികളാണ് ഇത്, അല്ലെങ്കിൽ അങ്ങനെ ഋഷീശ്വരന്മാരുണ്ടാക്കിയ ഒരു കൃതി. ഇപ്പൊ ദേവി മഹാത്മ്യം എന്നാൽ ദേവിയുടെ മഹത്വം ഇതൊക്കെ നമ്മൾക്ക് അറിയുന്നതാണ് അല്ലെ. അപ്പം ഈ 13 അധ്യായങ്ങളുടെ ഉള്ളടക്കത്തെ കുറിച്ച് നമ്മൾക്കൊന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ സംക്ഷിപ്തമായിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് അതിലൂടെ യാത്ര ചെയ്യാം. ഈ കഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്റെ രാജ്യത്തിൽ നിന്നും തന്റെ സിംഹാസനം കൈയടക്കിയ അല്ലെ മുഖസ്തുതിക്കാര് എന്ത് ചെയ്തു? അവസാനം ഒരു രാജാവിനെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി ആ രാജ്യം കൈയടക്കി ആ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി സുരതൻ എന്ന രാജാവ്. ഇനി രണ്ടാമത് കഥാപാത്രം തന്റെ ബന്ധുക്കള് അല്ലെ, എല്ലാം നേടിയ തന്റെ സ്വത്തുക്കളെയൊക്കെ തന്റെ സ്വന്തം ബന്ധുക്കള് കബളിപ്പിച്ച് ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിലാക്കിയ സമാധി എന്ന വ്യാപാരി. സുരതൻ എന്ന രാജാവും സമാധി എന്ന വ്യാപാരിയും അഭയം പ്രാപിക്കുന്നത് വനവാസത്തിൽ കഴിയുന്ന മേധ എന്ന മുനി. ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ സിംഹാസന സ്തുതി ഒക്കെ അനുഭവിക്കുക. ഈ പറയുന്ന പോലെ നമ്മളെ ഒരു കാലം പുകഴ്ത്തിയ ആൾക്കാരൊക്കെ ഒരു കാലം തിരിച്ചു പറയും, നമ്മളെ ചതിക്കും, കുറെ ആൾക്കാര് നമ്മളെ സ്വീകരിക്കാതിരിക്കും. ഈ പറഞ്ഞു അത് മനസ്സാണ്. മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെയാണ് വ്യാപാരം ചെയ്യുക. വ്യാപാരം, അതാണ് വ്യാപാരി. മനസ്സ് പ്രകൃതി, ഇന്ദ്രിയങ്ങൾ പ്രകൃതിയുമായി ഇടപഴകുന്നതിനെയാണ് ആധ്യാത്മികതയിൽ വ്യാപാരം എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇന്ദ്രിയങ്ങളുമായി പ്രകൃതിയിൽ ഇടപെടുമ്പോൾ എനിക്ക് എന്തുണ്ടാവും? ഒരുപാട് സ്വത്തുക്കൾ കിട്ടും. സുഖം, ഓർമ്മകള്, സന്തോഷം, ഇതൊക്കെ എനിക്ക് കിട്ടും. പക്ഷെ മൈൻഡ് എന്താവും? ഇതൊക്കെ നഷ്ടപ്പെടുത്തിയ ഒരു ദുഃഖകരമായ അവസ്ഥയിലേക്ക് മനസ്സെത്തുമ്പോഴാണ് ഈ സമാധിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിക്കുക. സമാധി എന്ന പദമല്ല ഉദ്ദേശിക്കുന്നത് ആ കഥാപാത്രം. സമാധി എന്ന് പറഞ്ഞാൽ സമമായി എല്ലാത്തിനെയും സ്വീകരിക്കാനുള്ള അവസ്ഥയാണ്. അപ്പൊ സമാധിയായ ഈ വ്യാപാരി, ഇന്ദ്രിയങ്ങളാൽ ലോകത്ത് ഇങ്ങനെ വ്യവഹരിച്ച് നടന്ന് സന്തോഷവാനായ ഞാന് സങ്കടത്തിൽ അകപ്പെട്ടാൽ ഉണ്ടാവുന്ന അവസ്ഥ. അപ്പം എൻ്റെ ശരീരവും എൻ്റെ മനസ്സും സങ്കടകരമായ അവസ്ഥയിൽ ഞാൻ ആരെ സമീപിക്കും? ഹയർ ഇന്റലക്റ്റിനെ സമീപിക്കും. അതാണ് ആര്? മേധ. അപ്പൊ ഈ ദുഃഖിതരായ രാജാവും വ്യാപാരിയും തങ്ങളോട് കരുണ കാണിക്കുന്ന മുനിയോട് അവരുടെ കഥകൾ പറയുകയാണ്. അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിയുന്ന ഏകശക്തി മാതാവായ പരാശക്തിയാണ്, അവളിൽ അഭയം തേടണമെന്ന് മുനി നിർദ്ദേശിക്കുകയും രണ്ടുപേരും ദിവ്യ മാതാവിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു, അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ 1-ാം അധ്യായം ജനിക്കുകയാണ്. മധുകൈടവ വധം എന്ന ആദ്യ അധ്യായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 104 ശ്ലോകങ്ങളാണുള്ളത് എന്ന് പറഞ്ഞു. അതില് ദേവി മധുകൈടവൻ എന്ന 2 അസുരന്മാരെ വധിക്കുന്നതും നശിപ്പിക്കുന്നതും ഒക്കെയാണ് കഥ. ഈ അസുരന്മാരുടെ ക്രൂരതകളിൽ നിന്ന് എങ്ങനെ രക്ഷിച്ചു എന്ന് മുനി അവരോട് വളരെ വിശദമായി പറയുകയാണ്. അപ്പൊ മഹാവിഷ്ണു യോഗനിദ്രയിലായപ്പോ അദ്ദേഹത്തിന്റെ കർണമെഴുകിൽ നിന്നുണ്ടായതാണ് ഈ ശക്തരായ അസുരന്മാരും ആയ മധുവും കൈടവനും. ബ്രഹ്മാവിനെ കൊല്ലാൻ ശ്രമിക്കുകയും ബ്രഹ്മാവ് ദേവി മഹാമായയോട് തന്നെ സംരക്ഷിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മാതാവ് മഹാവിഷ്ണുവിനെ ഉണർത്തി മഹാവിഷ്ണുവിന് വരം നൽകി അസുരന്മാരുമായി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും വിഷ്ണു തൻ്റെ കൈകളാൽ ഈ 2 അസുരന്മാരെയും കൊലപ്പെടുത്തുന്നു. അങ്ങനെ മധുവും കൈടവനും കൊല്ലപ്പെടുകയും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ യഥാർത്ഥത്തില് എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് ഈ കഥയിൽ? ഇതിൽ ഒരുപാട് ആഴത്തിൽ സംസാരിക്കാനുണ്ട്. നമുക്ക് ഈ ഒരു ദിവസം കൊണ്ട് അത് തീരില്ലാത്തത് കൊണ്ടാണ്. സാത്വിക പ്രവണതകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സൃഷ്ടാവായ ഭഗവാൻ ബ്രഹ്മാവ് നമ്മളില് സാത്വിക ഗുണം പൂർണ്ണമായി പ്രകടമാകുന്നതിന് രാജസീകവും താമസികവുമായ പ്രവണതകളേക്ക് പ്രതിനിധാനം ചെയ്യുന്ന മധു എന്ന അസുരനെയും കൈടവൻ എന്ന അസുരനെയും കീഴടക്കണം. മധുരത്തെയും ജീവിതത്തിലെ ആസക്തിയെയും പ്രതിനിധാനം ചെയ്യുമ്പോൾ കൈടവൻ ജീവിതത്തിലെ കയ്പിനെ, വെറുപ്പിനെ ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ സന്തുലിതാവസ്ഥയുള്ള സമത്വത്തിൽ ആയിരിക്കുക എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ജീവിതത്തെ ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഈ ഇക്വിലിബ്രിയം ബാലൻസ് ചെയ്യണം. സാത്വിക ഗുണം, സരസ്വതി, ജ്ഞാനമാണ് നമ്മളെ ഓൾറെഡി ലക്ഷ്യത്തിലേക്ക് എത്തിക്കുള്ളൂ. അപ്പം രാജസീകമായതിനെയും താമസികമായതിനെയും കൺട്രോൾ ചെയ്ത് പിടിച്ചില്ലെങ്കിൽ ജീവിതം വ്യർത്ഥമായി പോകും. രാഗം, ദ്വേഷം എന്നീ അർത്ഥങ്ങളും അസുരന്മാർക്ക് ഉണ്ടാകുന്നതായി കൽപ്പിക്കാം നമുക്ക്. മനസ്സിന്റെ 2 വിപരീത മനോഭാവങ്ങളായ ഒന്ന് ആഗ്രഹവും ആസക്തിയും, പിന്നെ മനസ്സിന്റെ മനസ്സാകുന്ന ആ കോയിന്റെ അടുത്ത ഭാഗമാണ് വെറുപ്പും വിദ്വേഷവും. ഇങ്ങനെ ഇതിന് ഇടയിലാണ് നമ്മൾ ഈ ലോകത്ത് കുടുങ്ങിപ്പോവുക.
ഇപ്പൊ രാഗത്തിൽ നിന്നും ദ്വേഷത്തിൽ നിന്നുമുള്ള മോചനം എന്നാൽ ദുഃഖത്തിൽ നിന്നുമുള്ള മോചനം. ഇതാണ് അവിടെയുള്ള അത്തരമൊരു കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് അവിടെ മഹിഷാസുര സൈന്യവധം എന്ന് വിളിക്കുന്ന 2-ാം അധ്യായത്തില് 69 ശ്ലോകങ്ങളാണ്. ഇവിടെ ഷാഢ്യത്തെയും ജഡത്തെയും ജഡത്വത്തെയും പ്രതിനിധീകരിക്കുന്ന മഹിഷാസുരന്റെ ശക്തികളെ, അതിനാണ് സൈന്യം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ദേവി വിവിധ തരം ആയുധങ്ങളിലൂടെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നാണ് മുനി അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ദ്രന്റെ സിംഹാസനം പിടിച്ചെടുക്കുകയും ദേവന്മാരെ സ്വർഗലോകത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ഭീകരനായ രാക്ഷസനായ മഹിഷാസുരൻ, ആ മഹിഷാസുരനെ അമ്മ എങ്ങനെ വധിച്ചു എന്നാണ് മുനി പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഇന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാത്രി ചൈതന്യമാണ് ഇന്ദ്രൻ. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ജീവിതത്തിന്റെ സത്വത്തിൽ നിന്ന്, അതാണ് ദേവലോകത്ത് നിന്ന് ദേവന്മാരെയൊക്കെ, നമ്മുടെ ഉള്ളിൽ നിന്ന് നന്മകളൊക്കെ നിഷ്കാസനം ചെയ്യുന്ന ആസുരിക ശക്തിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ മഹിഷാസുര സൈന്യം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി 3-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ നന്മകളുടെയും മൂർത്തിമത് ഭാവമായ അവളെ നമുക്ക് കാണാം. എല്ലാ തിന്മകളുടെയും മൂർത്തിമത് ഭാവമായ മഹിഷാസുരനെയും അപ്പുറത്ത് കാണാം. മഹിഷാസുര വധം എന്ന് അറിയപ്പെടുന്ന 3-ാം അധ്യായത്തിൽ അവള് മഹിഷാസുരനെ തന്നെ നശിപ്പിക്കുന്നു. ഇതിൽ 44 ശ്ലോകമാണ്. ഇനി 4-ാമത്തെ അധ്യായത്തില് ശക്രാതിസ്തുതി എന്നാണ് വിളിക്കുക അതിന്. അതിൽ 42 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇന്ദ്രനും മറ്റു ദേവതകളും ദേവിയുടെ മേൽ വർഷിക്കുന്ന സ്തുതിവാക്കുകളാണ്. കാരണം എന്താണ്? എൻ്റെ ഉള്ളിലുള്ള ആസുരീകമായ എല്ലാ വാസനകളെയും എൻ്റെ ഉള്ളില് പ്രകടമായ ഈ സത്വരജസ് തമസിന്റെ അധിഷ്ഠാത്രി ചൈതന്യമായ മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി ചൈതന്യമായ ചണ്ഡിക നശിപ്പിക്കുകയാണ്. അങ്ങനെ നശിപ്പിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങളെയും എൻ്റെ മനസ്സിനെയും തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ശക്രാതി സ്തുതിയാണ്. ഇനി ദേവി മഹാത്മ്യത്തിലെ 5-ാമത്തെ അധ്യായമായ ദൂതസംവാദം, ഇത് വളരെ നീണ്ടതാണ്. 129 ശ്ലോകങ്ങളുണ്ട്. ഇവിടെ ദേവിയെ ആത്മാനുകമ്പത്തെ പ്രതിദാനം ചെയ്യുന്ന ശുംഭൻ എന്ന അസുരൻ ദേവിയെ വിവാഹം കഴിക്കാനുള്ള ആശയവുമായി ദൂതനെ അയക്കുകയാണ്. അങ്ങനെ അവിടെ ദൂതനുമായുള്ള സംഭാഷണമാണ്. ദേവി ദൂതനെ ശുംഭന്റെ അടുത്തേക്ക് തിരിച്ചയക്കുമ്പോൾ, അല്ലെങ്കിൽ നശിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നിഷ്കാസനം ചെയ്യുമ്പോൾ ശുംഭൻ എന്താണ്? കോപാകുലനാകുകയാണ്. വ്യക്തമല്ലാത്തതോ വികലമായതോ അല്ലെങ്കിൽ യഥാർത്ഥ ധാരണയെ പ്രതിനിധീകരിക്കാൻ സാധിക്കാത്ത ധൂമ്രലോചനൻ എന്ന തന്റെ സൈന്യാധിപനെ അയക്കുകയാണ്. ധൂമ്രലോചനൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ വ്യക്തതയില്ലാതെ പരദൂഷണം വേറൊരാൾ പറഞ്ഞു കേട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നതാണ് ധൂമ്രലോചനം. വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ലാതെ. അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത ആളെ നമ്മളിലേക്ക് അയക്കുകയാണ്. ഇനി 24 ശ്ലോകങ്ങൾ അടങ്ങിയ 6-ാമത്തെ അധ്യായത്തിൽ ദേവി യുദ്ധത്തിൽ ആ എന്താ പറയാ ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയെ ഇല്ലാതാക്കുകയാണ്. ധൂമ്രലോചനെ വധിക്കുന്നു എന്ന് വിവരിക്കുകയാണ്. ധൂമ്രലോചന്റെ മരണം ശുംഭൻ വീണ്ടും കേൾക്കുമ്പോൾ അവൻ കോപത്തോടെ വീണ്ടും പറന്നു വരികയാണ്. അങ്ങനെ കോപത്തെ പ്രതിനിധീകരിക്കുന്ന ചണ്ഡനെ കോപത്തെയാണ് ആര്? ചണ്ഡൻ പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ ഇനിയിപ്പോ മുണ്ഡനെയും അയക്കുകയാണ് ചണ്ഡൻ. ചണ്ഡനെയും മുണ്ഡനെയും പരാജയപ്പെടുത്തുന്ന ദേവിയുടെ രൂപമാണ് യഥാർത്ഥത്തിൽ ചാമുണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ആരാധിക്കുന്നത്. മൈസൂറിൽ കണ്ടില്ലേ ചാമുണ്ഡി ഹിൽസ്. അപ്പം മറുവശത്ത് കോപത്താൽ പൂർണ്ണമായും ജ്വലിക്കുന്ന ശുംഭൻ തൻ്റെ മുഴുവൻ സൈന്യത്തെയും അക്ഷയമായ ആഗ്രഹത്തിന്റെ ഉറവിടത്തെ പ്രതിനിധാനം ചെയ്യുന്ന രക്തബീജനെയും സഹോദരനായ നിശുംഭനെയും ഒരുമിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആഗ്രഹം, അതാണ് ആര്? രക്തബീജൻ. നമുക്കറിയാം, നമ്മൾക്ക് ആഗ്രഹത്തിന് എൻ്റെ 6-ാം വയസ്സിലുള്ള ആഗ്രഹമല്ല എനിക്ക് ഇപ്പോഴുള്ളത്. 7-ാം വയസ്സിലെ ആഗ്രഹമല്ല 8-ലുണ്ടാവും, 8-ലല്ല 10-ലുണ്ടാവാം, 10-ലെ ആഗ്രഹമല്ല 16. ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അക്ഷയമാണ് ആഗ്രഹം. അതിൻ്റെ ഉറവിടമാണ് യഥാർത്ഥത്തിൽ രക്തബീജൻ. ഇനി ആത്മനിന്ദയെ പ്രതിനിധീകരിക്കുന്ന വികാരമാണ് നിശുംഭൻ എന്ന് പറയുന്നത്. അങ്ങനെ രക്തബീജവധം, നിശുംഭവധം, ശുംഭവധം എന്നിങ്ങനെയൊക്കെ വിളിക്കപ്പെടുന്ന അടുത്ത 8, 9, 10 അധ്യായങ്ങളിൽ ദേവി ഓരോ അസുരന്മാരെയും പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ നകാരാത്മകമായ പ്രവണതകളെയും മറികടന്ന് അവള് വിജയിക്കുന്നതായി വിവരിക്കുന്നു. പിന്നെയാണ് നാരായണ സ്തുതി എന്ന് പറയുന്ന 11-ാമത്തെ അധ്യായം. അതിൽ 55 ശ്ലോകമാണ്. എല്ലാ നരന്മാരുടെയും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരുടെയും അഭയസ്ഥാനമായ ദേവി നാരായണിയായി ദേവിയെ സ്തുതിക്കുന്നതിനെ ആണ് ഈ ഒരു അധ്യായം വിവരിക്കുന്നതെങ്കിൽ, ഭഗവതി വാക്യം എന്ന് വിളിക്കപ്പെടുന്ന 12-ാമത് അധ്യായത്തിൽ ദേവി നൽകിയ അനുഗ്രഹങ്ങൾ 41 ശ്ലോകങ്ങളിലൂടെ അവിടെ പറയുന്നു.
ഇപ്പൊ നന്മയും തിന്മയും എന്തുകൊണ്ട് നിലനിൽക്കുന്നു? ദൈവം നന്മ മാത്രം നിറഞ്ഞ ഒരു ലോകം എന്തിന് സൃഷ്ടിക്കാത്തത് എന്ന് നമ്മൾ ചോദിക്കും. എന്തിനാണ് ഈ ഈവിൾ ഈ ലോകത്തിലെ മതപാരമ്പര്യങ്ങളിൽ പലതരം വിശദീകരണങ്ങൾ നൽകിയിട്ടുള്ള ഒരു വിഷയമാണ് ഈ തിന്മയും നന്മയും. തിന്മയുടെ സപ്തശാസ്ത്രം അല്ലെങ്കിൽ ജീവതത്വശാസ്ത്രം, എന്നാൽ യുക്തിസഹമായി പറഞ്ഞാൽ പൂർണ്ണമായും തൃപ്തികരമായ വിശദീകരണം മാനവരാശിക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ലോകത്തിലും നമ്മുടെ മനസ്സിലും നിത്യമായി നടക്കുന്ന നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിന്റെ പ്രതീകാത്മക പ്രതിനിധാനമായി ഇവിടെ ദേവിയും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തെ നമുക്ക് മനസ്സിലാക്കാം. അതേസമയം അമ്മയുടെ പരമോന്നത ശക്തി സത്യവും നന്മയും എപ്പോഴും അസത്യത്തിനും തിന്മയ്ക്കും മേൽ വിജയം നേടുന്നു എന്ന വിശ്വാസത്തിന്റെ ശക്തമായ ഒരു പ്രസ്താവന കൂടിയാണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം പുറം ലോകത്ത് മാത്രമല്ല, മനുഷ്യന്റെ മനസ്സിനുള്ളിലും നടക്കുന്നതായി നമ്മൾ മനസ്സിലാക്കണം. കുരുക്ഷേത്ര യുദ്ധക്കളത്തിന്റെ മധ്യത്തില് കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണം നടക്കുന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ തുടക്കത്തിലും ഇതേ സാങ്കല്പികമായ അർത്ഥങ്ങൾ നമുക്ക് അവിടെ വായിച്ചെടുക്കാൻ സാധിക്കും. ദുർഗാ സപ്തശതിയിലും അമ്മയ്ക്ക് അസുരന്മാരുമായുള്ള രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ വിവരിക്കുന്നതിനു പുറമെ ബലപ്രയോഗത്തിന്റെ ആവശ്യമില്ലാതെ ആ ഭീകരരായ അസുരന്മാരെ കളിയിൽ എന്ന പോലെ അവൾ എങ്ങനെ പരാജയപ്പെടുത്തി എന്നും കാണിക്കുന്നു. പ്രപഞ്ചത്തിലെ മറ്റെന്തിനേക്കാളും അനന്തമായ ശക്തിയാണ് ദിവ്യമായ മാതാവ് അല്ലെങ്കിൽ പരാശക്തി. അങ്ങനെ അവള് ഭഗവാന്റെ മായയാണ് വേദാന്തത്തിൽ പറയുന്ന പോലെ, അല്ലെങ്കിൽ പുരുഷനോടൊപ്പം പ്രകൃതിയാണ് സാങ്ക്യത്തിൽ പറയുന്ന പോലെ, അല്ലേ? എല്ലാം അവൾ ഉൾക്കൊള്ളുന്നു. മായ എന്ന നിലയിൽ അവള് പ്രെഡിക്റ്റബിൾ അല്ല, അനിർവചനീയമാണ്. അവള് വിവരിക്കാൻ കഴിയാത്തതാണ്, മനസ്സിലാക്കാൻ കഴിയാത്തതാണ് മായയുടെ വികൃതികളൊക്കെ. ഒന്ന്, പ്രകൃതി എന്ന നിലയിൽ അവള് പ്രപഞ്ചത്തിന്റെ ഭൗതികമായ പ്രകടനമാണ്. ഈ ദ്വന്ദ്വ അസ്തിത്വങ്ങള് മായ, ബ്രഹ്മം, പ്രകൃതി, പുരുഷൻ, അങ്ങനെ ഈ ദ്വന്ദ്വമായ അസ്തിത്വങ്ങള്, അത് ഇപ്പം നമ്മൾ പറഞ്ഞാല് ഒരു അഗ്നിജ്വാലയിൽ നിന്ന് ചൂട് നമുക്ക് വേർതിരിക്കാനാവില്ലല്ലോ. ഒരു മഞ്ഞു മൂടിയതിൽ നിന്ന് തണുപ്പിനെ നമുക്ക് വേർതിരിക്കാൻ ആവാത്തതുപോലെ ഈ ബ്രഹ്മത്തിൽ നിന്ന് മായയെ വേർതിരിക്കാൻ ആവാത്തതാണ്. ദിവ്യമാതാവിനെ ആരാധിക്കുന്ന പലരും ഭൗതിക നേട്ടങ്ങൾക്കായി അങ്ങനെ ചെയ്യുമെങ്കിലും പരമമായ ഭക്തർ ഒരിക്കലും ഭക്തിയും അറിവും അല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടാറില്ല. കാരണം എന്താണ്? ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥ ഉപാസന ഒരിക്കലും മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങൾക്ക് പിന്നിലല്ല. കാരണം യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഒക്കെ ആവശ്യം മെറ്റീരിയലിസ്റ്റിക്കിന് അപ്പുറത്തുള്ള ആ ശാന്തതയാണ്. അപ്പം ഇവിടെ ദേവി ഭാഗവത്തില് ഒടുവില് സുരത വൈശവ്യോ വരപ്രധാനം എന്ന് വിളിക്കുന്ന 13-ാം അധ്യായത്തില് സുരതനും വ്യാപാരിയായ സമാധിയും മേധാമഹർഷിയിൽ നിന്ന് ദിവ്യമാതാവിന്റെ കഥകള് കേട്ടതിന് ശേഷം, അമ്മയെ ആരാധിച്ചതിന് ശേഷം അവര് ആഗ്രഹിച്ചത് ലഭിച്ചു. അവർക്ക് ആഗ്രഹം എന്താണ്? ഇതിന്റെയൊക്കെ ഉത്തരമായിരുന്നു, അത് ലഭിച്ചു. രാജാവ് വീണ്ടും തന്റെ രാജ്യത്തിന്റെ ഭരണാധികാരിയാകാൻ ആഗ്രഹിച്ചു. കാരണം എന്താണ് ജീവിതം എന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് ഞാൻ ജീവിതത്തെ മുൻപോട്ട് നയിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കർമ്മത്തിലേക്ക് തിരിച്ചു പോകുന്നു. അതാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്നാൽ വ്യാപാരി ലൗകികമായ വസ്തുക്കളിൽ ആഗ്രഹിക്കാതിരിക്കാൻ വേണ്ടത്ര നിസ്സംഗത നേടിയിരിക്കുന്നു. ഇവിടെ അർത്ഥം എന്താണ്? വ്യാപാരി. അപ്പൊ ഇന്ദ്രിയങ്ങള് ഭൗതികമായ അസ്തിത്വത്തിലേക്ക് അമിതമായി അറ്റാച്ച്ഡ് ആവാതിരിക്കാനുള്ള നിസ്സംഗത നേടിയിരിക്കുന്നു. അമ്മയുടെ കൃപയാൽ അദ്ദേഹം മുക്തി, ആത്യന്തികമായ ലിബറേഷൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മോചനം നേടി എന്നതിനെ കുറിച്ചുള്ള തന്റെ വിവരണം മാർക്കണ്ഡേയൻ ഈ 13-ാം അധ്യായത്തോടു കൂടി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ദേവി മഹാത്മ്യത്തിന്റെ ഒരു സംക്ഷിപ്തമായ ഈ 13 അധ്യായങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്താല് നമ്മൾ ആഴത്തില് ഈ 21-ാം നൂറ്റാണ്ടിൽ നിങ്ങളും ഞാനും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും യഥാർത്ഥ കാരണം ഇപ്പോഴും നമ്മൾക്ക് അറിയാതെ നമ്മള് പറയുന്ന എന്താ പറയാ, നമ്മൾ ജ്യോതിഷികളുടെ അടുത്തും അറിയാവുന്ന ആളുകളുടെ അടുത്തും ക്ഷേത്രങ്ങളിലും പോയി വഴിപാടുകളും ഒക്കെ ആയി ഇങ്ങനെ കറങ്ങി തിരിയുന്നതല്ലാതെ യഥാർത്ഥമായ ആശയത്തിലേക്ക് നമ്മൾ ഒരിക്കലും വന്നു ചേരാറില്ല. എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളത്, എവിടെയാണ് എനിക്ക് പിഴച്ചത്, എങ്ങനെ എനിക്കത് തിരുത്താം, ഇതിൻ്റെ ഒരു സമഗ്രമായ വിവരണവും ഇതിൻ്റെ ഒരു സമഗ്രമായ അറിവിൻ്റെ സ്രോതസ്സുമാണ് യഥാർത്ഥത്തില് ഈ പുരാണത്തില് ഈ 13 അധ്യായങ്ങളിലൂടെ വിവരിക്കുന്ന ദുർഗാ സപ്തശതി എന്ന ഗ്രന്ഥം. ഇപ്പൊ മഹാഭാരത അന്തർഗതമായിട്ടുള്ള ഭഗവത്ഗീത
എങ്ങനെയാണ് ലോകത്തിന് ഇത്രയും വലിയൊരു ഇൻസ്പയറിംഗ് ടെക്സ്റ്റ് ആയത്? ഇപ്പൊ നമുക്കറിയാമല്ലേ, ആധുനിക ലോകം മാനേജ്മെന്റ് ടെക്സ്റ്റ് ആയിട്ട് അതിനെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി അല്ലെ. മാനേജ്മെന്റ് സ്കൂൾസ് ഓഫ് തോട്ട്സ് എല്ലാ സ്കൂൾസിലും ഭഗവത്ഗീത ഇപ്പോൾ റെഫറൻസ് ടെക്സ്റ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും ശക്തിമത്തായ ഒരു റെഫറൻസ് ടെക്സ്റ്റ് ആയി മാറേണ്ട ഒരു ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം. കാരണം അവിടെ ജീവിതത്തെ എങ്ങനെ സുഗമമായി സന്തോഷത്തോടുകൂടി നയിക്കാം എന്നുള്ളതിൻ്റെ ദിവ്യമായ അറിവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വിശേഷ ഗ്രന്ഥമാണ്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഈ ഒരു മഹത്തായ ഉപാസനാ പദ്ധതിയിലേക്ക് യതീഷയുടെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം കഴിഞ്ഞ 2 ഉപാസന, ആദ്യത്തെ ഉപാസന നവദുർഗ ഉപാസനയായിരുന്നു. വളരെയേറെ ജനങ്ങളെ സ്വാധീനിച്ച് ഒരുപാട് ആളുകളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു വലിയ ഉപാസന. ആ പദ്ധതി ഇപ്പോഴും മാസികമായി ആ പദ്ധതിയിൽ ചേർന്ന് അത് പഠിച്ച ആളുകൾ എല്ലാ മാസവും അത് അനുഷ്ഠിക്കുന്നു. അവരുടെ ജീവിതം മാറി മറിയുന്നു. അതിനുള്ള ഒരുപാട് ടെസ്റ്റിമോണിയൽസ് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചാനലൊക്കെ നോക്കിയാൽ കാണാം. അതുപോലെ രണ്ടാമത് അവതരിപ്പിച്ചതാണ് ലളിതാ സഹസ്രനാമം. അതൊരു വിശ്വവിജയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 1000-ലധികം ആളുകൾ ആ ക്ലാസ്സിൻ്റെ ഭാഗമാകുകയും ആ ഗംഭീരമായ ആ ഒരു ടെക്സ്റ്റും അതിൻ്റെ ദേവിയുടെ എന്താണ് 1000 നാമങ്ങൾ എന്ന് യഥാർത്ഥത്തിൽ അത് ജീവിതത്തിൽ എങ്ങനെ അനുഭവിക്കാം എന്നും അവർ സന്തോഷപൂർവമായി മനസ്സിലാക്കി ഉപാസനാ മാർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനിയാണ് മൂന്നാമതായി നമ്മൾ അവതരിപ്പിക്കുന്ന ഈ ദേവി മഹാത്മ്യം എന്ന ഉപാസനാ പദ്ധതി. അതും ഇതുപോലെ തന്നെ വലിയ തോതിൽ നിങ്ങളെ എല്ലാം സ്വാധീനിക്കും. ആഴത്തിൽ ഇതിൻ്റെ തത്വങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൽ എങ്ങനെ ഇത് അനുഭവിക്കാം, എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാം എന്ന ഒരു ആശയത്തിൻ്റെ പുറത്താണ്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇനിയും ഇതേക്കുറിച്ചുള്ള വെബിനാറുകൾ വരുന്നുണ്ട്. ദേവി ഭാഗവതത്തിൻ്റെ അല്ലെങ്കിൽ ദേവി മഹാത്മ്യത്തിൻ്റെ ക്ലാസ്സിൽ എല്ലാവരെയും കണ്ടുമുട്ടാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഞാനിവിടെ നിർത്തുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.